ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുക്തം നമാമി ഗജാനനം. ശാരദാ ശാരദാംബോജവദനാവദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അങ്കുഷ്ടതർജനിയോഗമുദ്രാവ്യാജേന ദേഹിനാം ശ്രുത്യർത്ഥം ബ്രഹ്മജീവൈക്യം ദർശയന്നോ അവതാ ശിവ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കൃഷ്ണക്കരോതു കല്യാണം കംസകുഞ്ചരകേസരി കാളിന്ദീജലകല്ലോല കോലാഹലകുതൂഹലി. വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥപ്രതിപത്തയേ ജഗദപ്പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. യശിവോ നാമരൂപാഭ്യാം യാ ദേവീ സർവമംഗള തയോ സംസ്മരണാത് പുംസാം സർവദോ ജയമംഗളം. ഓം മാധർമ്മേ മധുകൈടഭഗ്നിമഹിഷപ്രാണാവഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ. അഷ്ടൗ ഭുജാംഗി മഹിഷസ്യ മർദിനീം സശങ്കചക്രാം ശരശൂലധാരിണീം താം ദിവ്യയോഗീം സഹജാതവേദസീം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. വിദ്യുദ്ദാമസമപ്രഭാം മൃഗപതിസ്കന്ധസ്ഥിതാം ഭീഷണാം കന്യാഭികരവാളഖേടവിലസദ്ഹസ്താവിരാസേവിതാം ഹസ്തൈശ്ചക്രഗദാസികേടവിശികാം ശാപം ഗുണം ദർജനീം ബിഭ്രാണാം അനലാത്മികാം ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജേ. സിംഹസ്ഥാ ശശിശേഖരാമരതകപ്രഖ്യേർചതുർഭിർഗജൈ ശംഖം ശക്രധനുശരാംശതീ നേത്രൈസ്ത്രിഭിശോഭിത ആമുക്താംഗദഹാരകങ്കണരണത്കാഞ്ചീരണന്നൂപുരാ ദുർഗാ ദുർഗതിഹാരിണീ ഭവതു മേ രത്നോല്ലസത്കുണ്ഠലാം. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അടുത്ത് ഞാൻ മഹിഷമർദ്ദിനിയുടെ ധ്യാനമാണ് ചെല്ലണത്. ഇതും ദേവിയെ ഉപാസിക്കുമ്പോൾ മഹിഷമർദ്ദിനി എന്നുള്ള സങ്കല്പത്തിൽ ചെല്ലുന്ന ധ്യാനമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് വിശേഷമായിട്ട് ചെല്ലണത്. മഹിഷമർദ്ദിനിയുടെയും അതിനെ തുടർന്നിട്ട് വനദുർഗയുടെയും ചെല്ലും. മഹിഷമർദ്ദിനിയെ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് വെച്ചാൽ മരതകക്കല്ലിൻ്റെ നിറാണ്. അതേപോലെ ധാരാളം രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള കിരീടം. മരതകക്കല്ല് പറഞ്ഞാൽ പച്ച, ഇരുണ്ട പച്ച, കടും പച്ചയുടെ നിറം. കുണ്ഡലങ്ങളൊക്കെ അണിഞ്ഞവൾ, 3 കണ്ണുണ്ട്. മഹിഷാസുരൻ്റെ തല വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ നിൽക്കണതായിട്ട് കാണാം. പോത്തിൻ്റെ തലയിൽ ഇത് തല വെട്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുക. ചക്രം, ശംഖ്, വാള്, പരിച, അമ്പ്, വില്ല്, തൃശൂലം, തർജനി എന്ന് പറയുന്ന ആയുധം ഇതൊക്കെ തൻ്റെ കൈകളിൽ ധരിക്കുന്നവൾ. അമ്മയുടെ മകുടത്തിലൊരു ചന്ദ്രക്കലയുണ്ട്. അങ്ങനെയുള്ള മഹിഷാസുരമർദ്ദിനിയെ ഞാൻ നമസ്കരിക്കണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിനുശേഷം ഞാൻ ഇത് ചൊല്ലിയിട്ട് വനദുർഗയുടെ ധ്യാനം പറയാം. ഗാരുഡോബലസന്നിഭാം മണിമൗലികുണ്ഡലമണ്ഡിതാം നൗമിഫാലവിലോചനാം മഹിഷോത്തമാംഗനിഷേദുഷീം ചക്രശങ്കകൃപാണഖേടകബാണകാർമുകശൂലകാം സ്തർജനീമവിബിഭ്രതീം നിജബാഹുഭിः ശശിശേഖരാം. മഹിഷമർദ്ദിന്യേ നമ. ദേവി, ഇത് വനദുർഗയുടെ ധ്യാനമാണ്. വളരെ ശാന്തമായിട്ടുള്ള ധ്യാനമാണ്, രൗദ്രത്തിലുള്ള ധ്യാനമല്ല. വനദുർഗയ്ക്ക് അയ്യപ്പൻ്റെ പോലെ തന്നെ സാത്വികം, രാജസം, താമസം എന്ന് പറഞ്ഞിട്ട് 3 തരം ധ്യാനമുണ്ട്. വളരെ ശാന്തം, കർമ്മോത്സുകമായിട്ട് നിൽക്കുന്നത്. 3 താമസമൂർത്തിയായിട്ട്, അതിരൗദ്രമൂർത്തിയായിട്ട്. ഇതിൽ സാധാരണ ശാന്തമായിട്ടിരിക്കുന്നവർ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് വെച്ചാൽ അമ്മ എപ്പോഴും സ്വർണത്തിൻ്റെ താമരപ്പൂവിലിരിക്കണവളായിട്ട്, സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള താമരപ്പൂവ്, 3 കണ്ണുകൾ, അതേപോലെ ഇടിമിന്നലിൻ്റെ വെളിച്ചം പോലെയാണ് ശരീരം, ഇടിമിന്നൽ പോലെ ഇരിക്കും ദേഹം. ചക്രം, ശംഖ്, വരദം, അഭയം. വിഗ്രഹത്തിൻ്റെ പുറകിൽ നമ്മൾ കാണുന്ന ആ രൂപം മൂകാംബികയുടെയൊക്കെ പോലെ, അല്ലെങ്കിൽ ചോറ്റാനിക്കര നമ്മുടെ പോലെ, അവർക്കൊക്കെ ആ ഭാവമാണ്. വനദുർഗാ ഭാവമാണ്. വിഷ്ണുദുർഗ എന്ന് പറയും ഇങ്ങനത്തെ ദേവതകളെ.
പിന്നെ ചന്ദ്രക്കല ശിരസിൽ ധരിച്ചിട്ടുണ്ട്. ധാരാളം മാലകളും ഒഡ്യാണവും കടകങ്ങളും തോൾവളകളും ഒക്കെ ധരിച്ചിട്ട് ചുറ്റും ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ നിന്നിട്ട് സ്തുതിക്കുന്ന രൂപത്തിൽ വിന്ധ്യപർവ്വതത്തിൽ താമസിക്കുന്നവളായിട്ട്, ഇടിമിന്നലിൻ്റെ പ്രഭയായതുകൊണ്ട് ചന്ദ്രൻ്റെ കാന്തിയാണ്, അതായത് അത്രയും വെളുത്തിട്ടാണ്, അങ്ങനെ തൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്ന ഭാവത്തിലുള്ള സിംഹത്തോട് കൂടിയിട്ട് സിംഹാസനത്തിലിരിക്കണ ദേവിയെ സങ്കല്പിക്കണം എന്നാണ് പറയുന്നത്. സൗവർണാംബുജമധ്യകാം തൃനയനാം സൗദാമിനീ സന്നിഭാം ചക്രം ശങ്കവരാഭയാനി ദദതീമിന്ദോകലാം ബിഭ്രതീം ദ്രൈവേയാംഗദഹാരകുണ്ഡലധരാമാഖണ്ഡലാദ്യൈസ്തുതാം ധ്യായേദ്വിന്ധ്യനിവാസിനീം ശശിമുഖീം പാർശ്വസ്ഥപഞ്ചാനനാം. ചില വ്യാഖ്യാതാക്കൾ ഈ പാർശ്വസ്ഥ പഞ്ചാനന എന്നുള്ളതിന് അടുത്ത് സിംഹം എന്നുള്ളതിന് പകരം അടുത്ത് മഹാദേവൻ 5 മുഖത്തോടു കൂടിയിട്ടുള്ള മഹാദേവൻ ഇരിക്കുന്നതായിട്ടും പറയാറുണ്ട്. അതുകൊണ്ട് വനദുർഗാ സങ്കല്പമുള്ള സ്ഥലത്ത് ശിവൻ അദൃശ്യരൂപത്തിലും ഉണ്ടാവും എന്ന് പൊതുവിൽ വിശ്വസിച്ച് വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഇതിലേക്ക് കടക്കണതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമതകളോ ദുരിതാദികളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം ഉച്ച വരെ പറയണ ഭാഗം ശ്രവിക്കുമ്പോൾ മനസ്സിൽ അമ്മയുടെ അടുത്ത് അതൊക്കെ മാറ്റിത്തരാൻ പ്രാർത്ഥിക്കുക. എനിക്ക് ഏറ്റവും സിദ്ധിദായകമായിട്ട് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ദേവി ഭാഗവതത്തിൻ്റെ ഈ മഹിഷാസുരവധത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് അനവധി കൊലപാതകങ്ങളാണ്, ഉച്ചവരെ വധത്തിൻ്റെ പ്രളയമാണ്. അത് നമ്മുടെ മനുഷ്യ മനസ്സിലുള്ള ഒരു 100,000 കുഴപ്പങ്ങളെ മുഴുവൻ ദേവി വധിക്കുന്നതാണ്. നമ്മുടെ അകത്ത് തന്നെയാണ് മഹിഷനും രക്തബീജനും ശുംഭനും നിശുംഭനും ചണ്ഡനും മുണ്ഡനും ഒക്കെ ഇരിക്കുന്നത്. ആ വധം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നന്നായി പ്രാർത്ഥിക്കുക. ഇവിടെ ഇരിക്കുന്നവരും ലൈവിൽ കേൾക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ദുഃഖദുരിതങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിത്തരാൻ, ആ ദുഃഖദുരിതങ്ങൾക്ക് കാരണമായിട്ടിരിക്കുന്ന എന്ത് പൂർവ്വജന്മത്തിലെ കർമ്മദോഷങ്ങളാണോ അതൊക്കെ മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാൻ ഉള്ള ഉത്തമമായിട്ടുള്ള അവസരമാണ് ഇന്നത്തെ ഈ ഇത്. അതുകൊണ്ട് നല്ല സങ്കല്പം വയ്ക്കുക, തെളിച്ച് പറയുക അമ്മയുടെ അടുത്ത്, അമ്മേ ഇന്നെ ന്യായമായിട്ടുള്ളതൊക്കെ നടത്തി തരണം, യോഗ്യതയുള്ളതൊക്കെ എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കാനുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ഇന്ന് 4-ാമത്തെ ദിവസം മഹിഷാസുരവധം. അമ്മ ഇന്നലെ പ്രപ്പോസൽ അയച്ച് നിർത്തിയവരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ 5-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം തൊട്ടാണ് ശരിക്ക് കഥ പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ പാരായണമായിട്ട് നവാഹായിട്ട് നടത്തുമ്പോൾ 3-ാം ദിവസം സന്ധ്യയ്ക്ക് ദേവിയുടെ മഹിഷാസുരവധം പറയും. പക്ഷേ കഥാഗതനായിട്ട് നടക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വിസ്തരിച്ച് ആ യുദ്ധഭാഗം വിസ്തരിച്ച് പറയണം. എന്തിനാ യുദ്ധഭാഗം വിസ്തരിച്ച് പറയണം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഭീതിയോ ഭയമോ ഒക്കെ ഉളവാക്കുമായിരിക്കും. പക്ഷേ അമ്മയ്ക്ക് വളരെ ആനന്ദദായകമാണത്. അമ്മയ്ക്ക് യുദ്ധവർണ്ണന കേൾക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇത്രയ്ക്കും വിസ്തരിച്ചിട്ട് യുദ്ധവർണ്ണന പറയണത്. ആ സമയത്ത് ചൈതന്യം പൂർവാധികം വർദ്ധിക്കുന്ന പറയുക അത് കേൾക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് ദേവിയുടെ ഈ യുദ്ധവർണ്ണന ഞാൻ എന്നാലാവുന്നത് പോലെ വർണ്ണിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാവനയുടെ മാക്സിമം എടുത്ത് അതിനെ നന്നായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിക്കുന്നതും ദേവിയുടെ ചൈതന്യത്തെ നിങ്ങളിൽ വർദ്ധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഉതകുന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ജഗദംബികേ സർവേശ്വരി, കാളി ശാസ്താവേ ഭഗവാനെ. ഇതിൻ്റെ വോളിയം കുറച്ചുകൂടെ ഒന്ന് കൂട്ടണേ.
അദ്ദേഹത്തിന് അറിയാം. ദേവി പറയും, അതായത് ഈ മന്ത്രി ആയിട്ടുള്ള ദൂതനെ പറഞ്ഞയച്ചു മഹിഷാസുരൻ, അതിസുന്ദരിയായിട്ടുള്ള നീ എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ദൂത് പറഞ്ഞയച്ചല്ലോ. അപ്പോൾ അതിനുള്ള മറുപടിയിലാണ് ഇനി ഇവിടുന്ന് തുടങ്ങണത്. ദേവി പറയാണ്, അതെങ്ങനെ പറഞ്ഞു? ഇതി തസ്യ വചശ്രുത്വാ പ്രഹസ്യ പ്രമദോത്തമ തമുവാച മഹാരാജ മേഘഗംഭീരയാ ഗിര. മേഘഗംഭീര സ്വരത്തിൽ, ഇടിമുഴങ്ങുന്നത് പോലുള്ള സ്വരത്തിൽ ദേവി മറുപടി പറഞ്ഞു. അങ്ങനെ ദേവിയുടെ ശബ്ദം നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോവുകയാണ് ഇവരുടെ അടുത്ത്. അതായത് എങ്ങനെയാണ് അമ്മ മക്കളോട് സംസാരിക്കണമെന്ന് നേരത്തെ കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോണത് അമ്മ എങ്ങനെയാണ് ശത്രുക്കളോട് സംസാരിക്കണേ എന്ന് കേൾക്കാൻ പോകണം. മന്ത്രിവര്യസുരാണാം വൈ ജനനീം വിദ്ധിമാം കില മഹാലക്ഷ്മീമിതിഖ്യാതാം സർവദൈത്യനിഷൂദിനീം. അല്ലയോ ദൂത, മന്ത്രി, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ സകല ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെയും സംഹരിക്കുന്ന, അതിൽ പേര് കേട്ടിട്ടുള്ള മഹാലക്ഷ്മി എന്നുള്ള ആ ദേവമാതാവാണ്. ഞാൻ എല്ലാവരുടെയും അമ്മയാണ്. സകല ദുഷ്ടന്മാരെയും സംഹരിക്കുന്ന മഹാലക്ഷ്മിയാണ് എന്ന് പറയും. യജ്ഞഭാഗം കിട്ടാത്ത എല്ലാ ദേവന്മാരും, ദേവേന്ദ്രൻ അടക്കം എല്ലാം മഹിഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്നോട് പ്രാർത്ഥിക്കുകയാണ് മഹിഷനെ കൊല്ലാൻ. ഞാൻ മഹിഷനെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്, ഒറ്റയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് സൈന്യമില്ല. നിൻ്റെ രാജാവിനെ കല്യാണം കഴിക്കാനല്ല, അവനെ കൊല്ലാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കാണെങ്കിൽ സൈന്യമില്ല, ഞാൻ ഏകാകിനിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകാകിനീന സൈന്യേന, ഒറ്റയ്ക്കാണ് ഞാൻ വന്നിരിക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയും, നീയെ എൻ്റെ അടുത്ത് വന്ന് മര്യാദയ്ക്ക് സംസാരിച്ചു. അസുരനായിട്ടുള്ള ദൂതനോട് പറയണം, അമ്മ പറയണ ശ്രദ്ധിച്ചു നോക്കൂ. നീയെ അസുരപക്ഷത്തുനിന്ന് വന്നതാണെങ്കിലും ശത്രുപക്ഷത്തുനിന്ന് വന്നതാണെങ്കിലും എൻ്റെ അടുത്ത് നീ നല്ല വാക്കുകൾ പറഞ്ഞ് മര്യാദയ്ക്ക് സംസാരിച്ചു, എന്നെ സ്വാഗതം ചെയ്തു. എൻ്റെ അടുത്ത് അപ്രിയ വാക്കുകളൊന്നും പറഞ്ഞില്ല, എന്നെ നല്ലോണം സന്തോഷിപ്പിച്ചു. എന്നെ മാൻകണ്ണി എന്നൊക്കെ വിളിച്ച് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അമ്മയാണെങ്കിലും സ്ത്രീ സഹജമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. സൗന്ദര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്കും സന്തോഷമാണ്. അമ്മയെ സുന്ദരി സുന്ദരി എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടയാണ്. തുഷ്ടോ അസ്മി എന്നാണ് പറഞ്ഞത്. തുഷ്ടോ അസ്മി, ഞാൻ സന്തുഷ്ടയാണ്. അല്ല, നീ ഇനി എൻ്റെ അടുത്ത് മോശമായിട്ട് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു സംസാരിച്ചിരുന്നെന്നുണ്ടെങ്കിൽ, നോ ചേദ്ധന്മി ദൃശാത്വാം വൈ കാലാഗ്നി സമയാകിലാന്ന്, ഞാൻ എൻ്റെ കാലാഗ്നിയാകണ കണ്ണുകൾ കൊണ്ട് ഞാൻ നിന്നെ ചുട്ടുകളയുമായിരുന്നു എന്ന്. ഭാഗ്യം നീ എൻ്റെ അടുത്ത് നന്നായി സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ സന്തുഷ്ടയാണ്. നല്ല സംഭാഷണം കേട്ടാൽ ആർക്കാ സന്തോഷം വരാത്തതെന്ന് അമ്മ ചോദിക്കണേ. കസ്യപ്രീതികരം ന സ്യാന്മാധുര്യവചനം ഖലു. സുഭാഷിതാണ്, മാർക്ക് ചെയ്ത് വയ്ക്കേണ്ട വരിക. സുഭാഷിത പ്രവർബണ്. ഹസ്യപ്രീതികരം ന സ്യാന്മാധുര്യവചനം ഖലു. നല്ല മധുരമായിട്ട് സംസാരിച്ചാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ശത്രുവാണെങ്കിൽ പോലും നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സൊന്ന് അടങ്ങും, ഒരു സന്തോഷമൊക്കെ തോന്നും എന്ന് പറയാം. പാപിയായിട്ടുള്ള ആ മഹിഷൻ്റെ അടുത്ത് പോയിട്ട് പറ, ഗച്ഛതം മഹിഷം പാപം വധ മദ്വചനാദിതം ഗച്ഛ പാതാളമധുന ജീവിതേച്ഛാ യതിസ്ഥിതേ. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജീവനോടെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്വർഗത്തിനെ വിട്ട് പാതാളത്തിൽ പോയിട്ട് താമസിച്ചോളാൻ മഹിഷനോട് പറയൂ. എല്ലാ ജീവവർഗങ്ങളും അമ്മയുടെ വിഭൂതികൾ തന്നെയാണ്. പക്ഷെ ഓരോരുത്തർക്ക് ഇരിക്കാൻ ഓരോ സ്ഥാനം കർമ്മത്തിനനുസരിച്ച് നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കാവൂ. അല്ലാണ്ട് മാറിയിരുന്നാൽ പ്രകൃതി അതിനെ വീണ്ടും റിവേഴ്സാക്കും. അതുകൊണ്ടാണ് നദീതടങ്ങളൊക്കെ നികത്തി കോളനികളും വീടുകളും പണിത മഴക്കാലം വരുമ്പോൾ വെള്ളത്തിന് നല്ല ഓർമ്മയുണ്ടാവും ഏത് വഴിക്കാണ് ഒഴുകിയിരുന്നത്. അത് വീട്ടിൻ്റെ അകത്ത് കൂടെ വരും.
അല്ലാണ്ട് നമ്മൾ മര്യാദയ്ക്ക് എന്ത് ചാലുണ്ടാക്കിയാലും എന്ത് ഒഴുക്കുണ്ടാക്കി കഴിഞ്ഞാലും പണ്ടത്തെ കാലത്തെ കാരണവന്മാർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. അവർ ധാരാളം തോടുകളും ചെറിയ ചെറിയ എന്താ പറയുക ഈ പാത്തികളൊക്കെ വെച്ചിട്ടും ഒക്കെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടും ഒക്കെ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിനെയൊക്കെ നമ്മളിന്ന് താറുമാറാക്കി. അപ്പോൾ പ്രകൃതിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് കൃത്യമായിട്ട് ചില ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകളുടെ അപ്പുറത്തേക്ക് എന്ത് നമ്മൾ കാണിച്ചാലും ഓവർ സ്മാർട്ടായാലും പ്രകൃതി പണി തരും. അത് യാതൊരു സംശയമില്ല. പണ്ട് കൃഷി പ്രകൃതിയോട് ചേർന്ന് നിന്നിട്ടുള്ള കൃഷിയായിരുന്നു. ഇന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാത്ത കൃഷിയായി പോയി. കൃഷി തന്നെ ഇല്ല, അങ്ങനെയായി. അപ്പം ഇവിടെ മനുഷ്യൻ്റെ അടുത്ത് അവന് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാതാളത്തിൽ പോകുമെന്ന് അമ്മ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഭീഷണിയായിട്ടല്ല കാണേണ്ടത്. പ്രകൃതി ഓരോ ജീവജാലത്തിനും അതിൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള പരിസ്ഥിതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നീ ഇന്ന സ്ഥലത്തിരുന്നാൽ നീ സുഖിയായിട്ടിരിക്കും, നീ വേറൊരു സ്ഥലത്തേക്ക് പോയാൽ നിനക്ക് ദുഃഖമേ ഉണ്ടാവുള്ളൂ. നിൻ്റെ ശരീരപ്രകൃതത്തിന് മറ്റൊരു സ്ഥലം പറ്റില്ല, നിൻ്റെ ജീവിത രീതിക്ക് വേറൊരു സ്ഥലം പറ്റില്ല എന്ന് ആരെക്കാളും നന്നായിട്ട് ആ പെറ്റമ്മയായിട്ടുള്ള ആ പ്രകൃതിക്ക് അറിയാം. അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ എക്കോളജിക്കൽ സ്റ്റഡീസിൻ്റെ മുഴുവൻ അടിസ്ഥാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗച്ഛ പാതാള മധുനാ ജീവിതേച്ഛാ യതിസ്ഥിതേ എന്നുള്ളതിലുണ്ട്. പുറമേക്കിതൊരു ഭീഷണിയാണ്. ഇതിൻ്റെ അകത്തുള്ള തത്വം നമ്മുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. ആ ആവാസ വ്യവസ്ഥകളിൽ അതാത് ജീവജാലങ്ങൾ ഉണ്ടാവണം. അവിടെ ഇല്ലാണ്ടിരുന്നാൽ ആ ആവാസ വ്യവസ്ഥ കുഴപ്പമാവും. ഇതിലിരിക്കുന്ന ജീവജാലം മറ്റൊരു സ്ഥലത്ത് പോയാൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പെൻഗ്വിനുകളെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ജീവിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒറ്റകൾ മുഴുവൻ ചത്തു. അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില മൃഗങ്ങളെ കൊണ്ടുപോയിട്ട് നമ്മൾ അന്റാർട്ടിക്കയെ കൊണ്ടിടുക, അലാസ്കയെ കൊണ്ടിടുക ചെയ്ത് കഴിഞ്ഞാൽ അവറ്റകൾ ചത്തു. മനുഷ്യൻ മാത്രം അന്റാർട്ടിക്കയിലും പോവും, അലാസ്കയിലും പോവും, കോട്ടും സൂട്ടും ടെമ്പറേച്ചർ കറക്ഷനും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ആയിട്ട് പോയി മനുഷ്യൻ പ്രകൃതിയോട് എന്തൊക്കെ പ്രകൃതിയുടെ സിസ്റ്റംസ് ഉണ്ടോ അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു ബുദ്ധി പ്രകൃതി തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അത് നടക്കുന്നത്. പക്ഷെ അപ്പോഴും ആ ബുദ്ധിക്ക് നശ്വരതയുണ്ട്, എളിമ വേണം എന്നുള്ളതാണ്. പ്രകൃതി ആകെ ഈ ലിബർട്ടി ലൈസൻസ് കൊടുത്തിട്ടുള്ളത് മനുഷ്യന് മാത്രമാണ്. കുറച്ചെങ്കിലും പ്രകൃതിയുടെ ഒരു സിസ്റ്റങ്ങളെ ഒന്ന് കയറി മാറ്റിമറിക്കാൻ. അതായത് ഈ കൂടുതൽ ലാളനയുള്ള കുട്ടിക്ക് കുറച്ച് എക്സ്ട്രാ സ്വാതന്ത്ര്യം ഉണ്ടാവും അതിൻ്റെ അമ്മയുടെ അടുത്ത്. ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ഇന്ന് ഒരു വലിയ പരിധിയോളം ദുർവിനിയോഗം ചെയ്തു കഴിയും. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ശുണ്ഠി വരുമ്പോൾ അമ്മ എടുത്തിട്ട് അടിക്കണത്, സഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിട്ട് തീരുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ ഒരു വരി ഗച്ഛപാതാള മധുനാ ജീവിതേച്ഛ യഥസ്ഥിത, ജീവിതേച്ഛ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു സർവൈവ് ഗോ ബാക്ക് ടു യുവർ ഹാബിറ്റാറ്റ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിലനിൽക്കണോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിസ്ഥിതിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം, ആവാസ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. വലിയൊരു ലെസണാണത്. പ്രകൃതി തന്നെ പറയാണ്. അസുരന്മാർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലം പാതാളാണ്. അവർക്ക് അവിടെ എന്തും കാണിച്ചും ജീവിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ആരും ഇൻ്റർഫിയർ ചെയ്യില്ല. പാതാളത്തിൽ അവർ എന്ത് കാണിച്ചാലും ദേ ആർ സപ്പോസ് ടു ബി ദെയർ ഇൻ ദ ലോവർ റെലംസ് ഓഫ് ക്രിയേഷനാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് ഇരുന്നോളാം, അത്രേ വേണ്ടൂ. അവർ ചെയ്യണമെന്താ? അവർ വന്നിട്ട് മനുഷ്യനായിട്ടിരിക്കുമ്പോൾ പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പോയി അനുഭവിക്കേണ്ട വേറൊരു ലോകത്തിൽ ബലാത്കാരേണ അതിക്രമിച്ച് കയറി അവിടെ ഒരു പുതിയ എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ആ എക്കോസിസ്റ്റം ഉണ്ടാക്കുമ്പോൾ എന്താ? സ്വർഗവും ഭൂമിയും പാതാളവും ഒക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. അത് ബ്രേക്കാവും. ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ കണ്ണുകളിൽ കാണുമ്പോൾ മുമ്പ് കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കുടിയേറ്റക്കാരെ തെരഞ്ഞു പിടിച്ച് കപ്പലിലും പ്ലെയിനിലും കയറ്റി കാലിൽ ചങ്ങലയിട്ട് തിരിച്ചു വിടുകയാണ് പേടിച്ചിട്ട്. കാരണം എന്താ? ആ ഹാബിറ്റാറ്റ് നശിച്ചു, ആ ആവാസ വ്യവസ്ഥ നശിച്ചു, മനുഷ്യനത് ചെയ്യണു. അപ്പോൾ പിന്നെ പ്രകൃതിയെ ചെയ്യേണ്ടിരിക്കുമോ? അപ്പോൾ പ്രകൃതിയെ കുറ്റം പറയും, പ്രകൃതിയോട് മല്ലിടുകയും ചെയ്തിട്ട് കാര്യമില്ല. മനുഷ്യൻ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ടത്. അപ്പോൾ ഇവിടെ ദേവി പറയുന്നതിനെ കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വലിയ ഒരു എന്താ പറയുക
പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ സന്ദേശമാണ് ശരിക്കും. എന്നിട്ട് പറയാം, അങ്ങനെ ചെയ്യണില്ലെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് മഹാഭാവിയായിട്ടുള്ള നിന്നെ ഞാൻ കൊല്ലും. ദേവി വെച്ചേക്കില്ല. അവൾ തിന്നുകളയും ആ കുട്ടിയെ. പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടി അവൾ തിന്നുകളയും. മഹിഷാസുരനും അവളുടെ കുട്ടിയാണ്, അവൾ തിന്നും. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ, താളത്തിനെ, ഋതത്തിനെ, ധർമ്മത്തിനെ നശിപ്പിക്കൽ ചെയ്യുന്ന ആരെയും പ്രകൃതി വെച്ചേക്കില്ല. നമ്മൾ ഭഗവത്ഗീത വായിച്ചിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ, എന്ത് ഈ ധർമ്മ സംസ്ഥാപനം? ഞാൻ ഇന്നലെയോ മിനിയാന്നൊക്കെ പറഞ്ഞു, പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ആ താളം തെറ്റിയാൽ കയ്യിൽ നിന്ന് പോവും. ട്രെയിൻ ട്രാക്കിൽ നിന്ന് വിട്ടിട്ട് പാടത്തു കൂടെ പോയിട്ട് മരത്തിലും കാട്ടിലോ പാറയിലോ ഇടിച്ച് മറിഞ്ഞാൽ എന്താ അവസ്ഥ? അതേപോലെയാവും. അപ്പോൾ ആ താളത്തിനെ നിലനിർത്താൻ ഒരു ക്രമം വേണം. അതെന്താ? ഒരു സെറ്റ് ഓഫ് റൂൾസ്, ധർമ്മം. അത് തന്നെ 2 തരം ധർമ്മമുണ്ട്. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ധർമ്മം, കാലികമായിട്ട് പരിഷ്കരിക്കേണ്ട ധർമ്മം. അതുകൊണ്ടാണ് പഴയ ഒരു നൂറ്റാണ്ടിൽ നടന്ന എന്തെങ്കിലും ഒരു ചരിത്രം വെച്ചിട്ട് ഇന്നത്തെ മനുഷ്യരുടെ ജീവിതത്തിനെ വെട്ടാൻ പാടില്ല എന്ന് പറയുന്നത് കാലികമായിട്ട് പരിഷ്കാരം വരുത്തേണ്ട ധർമ്മങ്ങളാണ്. എന്നാൽ ചില ധർമ്മങ്ങളുണ്ട്. ആ നാരായണ. അപ്പം ധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ടോ പ്രപഞ്ചത്തിൻ്റെ ആ താളം നിലനിർത്താൻ അതിനെയാണ്. കാലാകാലങ്ങളിൽ മാറേണ്ട ധർമ്മത്തിൻ്റെ പറഞ്ഞു. ഈ ഒരിക്കലും മാറാൻ പറ്റാത്ത ചില ധർമ്മങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഗുരുത്വാകർഷണം, അത് മാറില്ല. അതൊരു ധർമ്മമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ താളം നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ശക്തി. അവിടെയുണ്ട് അമ്മയുടെ പേര്, ഗുരുത്വാകർഷണ ശക്തി. ആ ഗുരുത്വാകർഷണ ശക്തിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. മഴ ഉണ്ടാവുന്നൊരു പ്രോസസ്സുണ്ട്. കടലിലെ ജലം ആവിയായി മേലെ പോയി മേഘമായി താഴേക്ക് വരണു. ആ ധർമ്മം മനുഷ്യൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. കൃത്രിമമായിട്ട് സൃഷ്ടിക്കാം, പക്ഷെ അതിനെ മാറ്റാൻ പറ്റില്ല. ഒരു വസ്തു കത്തുമ്പോൾ ഓക്സിഡേഷൻ നടക്കണം. ഓക്സിജനുമായിട്ട് ഉള്ള പ്രവർത്തനം ഏതൊരു വസ്തുവിനും ത്വരിതപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അത് തീയായി മാറുന്നത്. അത് തീയായിട്ട് മാറുന്ന ആ പ്രോസസ്സ് പ്രകൃതിയിലൊരു ധർമ്മമാണ്. നമുക്ക് അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. പുസ്തകങ്ങൾ പോലും കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെ മഞ്ഞച്ച് പോവും, പിന്നെ പൊടിയും. അതിന് കാരണം എന്താ? മെല്ലെ കത്തുകണത്, കത്തല നടക്കണത്. ഇത് തന്നെ തീ കൊളുത്തി കഴിഞ്ഞാൽ വേഗത്തിലാവും. അത്രയേ ഉള്ളൂ. ഈ പുസ്തകത്തിൻ്റെ പേജ് മഞ്ഞച്ച് പോണതിൻ്റെ കാരണം അതാണ്. ഒരു തീപിടുത്താണ് നടക്കണത്, നമ്മൾ അറിയണില്ല. മെല്ലെ കത്തുകയാണ്, ഓക്സിഡേഷൻ മെല്ലെ. അതിന് തന്നെ കൊളുത്തിയ ബും, അപ്പം കഴിഞ്ഞു, ചാരമായി. ആത്യന്തികമായിട്ട് ഇത് പൊടിഞ്ഞ് ചാരമായിട്ട് പോകും. അപ്പം ഈ ഒരു പുസ്തകത്തിന് തന്നെ ഈ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എത്രമാത്രം ഇപ്പോൾ പൊടിഞ്ഞിട്ടുണ്ടാവും, എത്രമാത്രം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ശരീരധർമ്മങ്ങളിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. ശരീരധർമ്മങ്ങളിൽ തന്നെ ഇന്നലെ പറഞ്ഞു തന്നു. ശരീരത്തിൻ്റെ ധർമ്മം, മനസ്സിൻ്റെ ധർമ്മം, പ്രാണൻ്റെ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ധർമ്മത്തിനെ നിലനിർത്തുക പറഞ്ഞാൽ ആ ക്രമത്തിനെ നിലനിർത്തുക. അതെങ്ങനെ നിലനിർത്തുക? കർമ്മത്തിൽ കൂടെ നിലനിർത്തുക. ആ കർമ്മം കറക്റ്റ് ആവണമെങ്കിൽ മനസ്സിന് ശുദ്ധി വേണം. ഇങ്ങനെ ഇതിങ്ങനെ ഒന്നിനോടൊരു ചങ്ങലയുടെ കണ്ണികൾ പോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിന് വിരുദ്ധമായിട്ട് ആര് എന്ത് ചെയ്താലും പ്രകൃതി ഇടപെടും. അമ്മ അടുത്ത ആ വരി പറയുന്നതാണ്, അവൻ വരബലം കൊണ്ടാണ് സ്വർഗത്തിൽ കയറിയിട്ടിരിക്കുന്നത്. നമുക്ക് ചില സ്പെഷ്യൽ സ്കില്ലുകളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അഹങ്കാരം വരും. നമുക്ക് ചില പ്രത്യേക പദവികൾ, ചില പ്രത്യേക അധികാരങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ താനെ അഹങ്കാരം വരും. ആ അഹങ്കാരം കൊണ്ട് നമ്മൾ പ്രകൃതിയുടെ ഒരു താളത്തിനെ ഭഞ്ജിക്കാൻ ശ്രമിച്ചാൽ ആ സമയം ഇടപെടലുണ്ടാവും. അതുവരെ ഒരു ഇടപെടലും ഉണ്ടാവില്ല. ഇവിടെ മഹിഷൻ അത് ഭഞ്ജിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, അഹങ്കാരം കൊണ്ട് പ്രകൃതിയെ കീഴടക്കാനുള്ള മിഥ്യാധാരണം കൊണ്ടൊരു ദൂതനെ അയച്ചു. എങ്ങനെ? എന്താ അമ്മയെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ പോത്ത് പിടിച്ചിട്ടുള്ള തല ചിന്തിക്കുന്നത്
ഞാൻ ഒന്ന് ശ്രമിച്ചാൽ പ്രകൃതി എൻ്റെ ഇംഗിതത്തിന് വളയുന്ന, പ്രകൃതിയെ വളയ്ക്കാൻ പറ്റില്ല. പ്രകൃതിയെ ഒരു തരത്തിലും മെരുക്കാൻ സാധിക്കില്ല. പ്രകൃതിയെ മെരുക്കി ജീവിക്കുക, പ്രകൃതിയായിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കാം. പക്ഷെ പ്രകൃതിയെ മെരുക്കി കാൽക്കീഴ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. വാസ്തവത്തിൽ മനുഷ്യൻ എപ്പോഴൊക്കെ എല്ലാ ടെക്നോളജികളിലും ജയിച്ചു പ്രകൃതിയെ ആയിട്ട് ഫൈറ്റ് ചെയ്യണേന്ന് പറയണേനും മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. അത് പ്രകൃതി അങ്ങോട്ട് കണ്ണടച്ചിട്ടാ, പ്രകൃതി അത് അനുവദിച്ചിട്ടാ. എൻ്റെ കുട്ടിയല്ലേ, ആയിക്കോട്ടെ, കുറച്ച് കാലമൊക്കെ ആയിക്കോട്ടെ. ഡാമുകൾ പൊട്ടാതെ നിൽക്കുന്നതും, ഡാം പൊട്ടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒന്നാ വാട്ടറിൻ്റെ പ്രഷർ അത്രയായിരിക്കും. രണ്ട്, ഒരു വലിയൊരു പാറ ഒന്ന് ഉരുണ്ട് റിസർവോയറിൽ വന്ന് വീണാൽ മതി. ഏതെങ്കിലും അതിനോട് ഈ പർവ്വത പ്രദേശങ്ങളിലാണല്ലോ അധികം ഡാമുകൾ വരിക. ഒരു മോശമില്ലാത്ത വലിപ്പമുള്ളൊരു പാറ വെള്ളത്തിലൊന്ന് വന്നിട്ട് അതിശക്തമായിട്ട് വന്നിട്ട് വീണാൽ മതി, അതിൻ്റെ മൊത്തം ഇക്വലിബ്രിയം മാറിപ്പോവും. അപ്പോൾ മനുഷ്യൻ്റെ വിചാരം നമ്മുടെ എൻജിനീയറിങ് കഴിവ് കൊണ്ടാണ്. നമ്മൾക്കിത് താൽക്കാലികമായ സന്തോഷങ്ങൾ തരികയാണ്. ഒരു കുട്ടി പസിൽസൊക്കെ വെച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് വെക്കുന്നു. അമ്മ വന്ന് കണ്ടിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയണ മാതിരി പ്രകൃതിയെ നോക്കി നിൽക്കുകയാണ്. അത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് കുട്ടി ഉറങ്ങാൻ പോയി അതൊക്കെ അഴിച്ചിട്ട് എടുത്തിട്ട് ബാഗിലിട്ടിട്ട് എടുത്ത് വയ്ക്കും. അത്രയേ ഉള്ളൂ. ഈ ഒരു ലാളിത്യം നമ്മൾ മനസ്സിലാക്കണം. അമ്മയുടെ രീതികൾ അങ്ങനെയാണ്, നേരെ വാ നേരെ പോ. അപ്പോൾ പറയുക, എൻ്റെ അമ്പുകൾ കൊണ്ടിട്ട് കീറി മുറിഞ്ഞ ദേഹം കൊണ്ട് അവന് പിന്നെ പാതാളത്തിൽ പോകാൻ ചാൻസ് ഉണ്ടാവില്ല. അവൻ കാലപൂരിക്കാണ് പോവുക. അതുകൊണ്ട് അവനോട് പോയി പറയുക പാതാളത്തിലേക്ക് പോകാൻ. ഞാനിപ്പോൾ ഒരു ദയ കാണിക്കുകയാണ്, എത്രയും പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ സ്വരം മാറ്റും. എടാ വിഡ്ഢി എന്നങ്ങോട്ട് വിളിക്കും അവനെ. ഹതേ ത്വയിസുര മൂഢ സ്വർഗം പ്രാപ്സ്യന്തി സത്വരം. നീ ചത്താൽ ഉടനെ തന്നെ ദേവന്മാർ സ്വർഗത്തിൽ കയറി വസിക്കുമെന്ന് ഞാൻ പറഞ്ഞതായിട്ട് പോയി പറഞ്ഞോ. ഞാൻ അവനെ വിഡ്ഢി എന്ന് വിളിച്ചു എന്ന് നീ പോയി പറ, അവൻ വിഡ്ഢിയാണ് എന്ന് പറയണ്. അതുകൊണ്ട് കടൽ സാഗരപര്യന്തമായിട്ടിരിക്കുന്ന മേദിനീം ച സസാഗരാം, സസാഗരാം ച കടൽ വരെയുള്ള ആ ഭൂമിയെ കളഞ്ഞിട്ട് ബുദ്ധിയില്ലാത്തവനെ, എൻ്റെ ആ അമ്പുകൾ നിൻ്റെ ശരീരത്തിൽ പതിക്കണേന് മുന്നേ സ്വമേധയാ ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു വിടണം. എന്നിട്ട് പറയുക, ഇനി നിനക്ക് യുദ്ധത്തിന് കൊതിയുണ്ടോ, നിനക്ക് വരാം. ഞാൻ യുദ്ധം ചെയ്യണതിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. എനിക്ക് യുദ്ധമാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അസാമാന്യമായിട്ടുള്ള താല്പര്യമാണ് യുദ്ധം ചെയ്യൽ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ദേവി സകല സേനകളോടും കൂടിയിട്ട് നിന്നെ ഞാൻ യമപുരിക്ക് അയക്കാം. ദേവി ആദ്യം പറയുന്നുണ്ട്, ഞാൻ ഏകാകിനിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് സൈന്യങ്ങളില്ല. ഇപ്പം ഇവിടെ പറയണു, നിന്നെയും നിൻ്റെ സകല സൈന്യങ്ങളെയും ഞാൻ യമപുരിക്ക് അയക്കുന്നു. ദേവിയുടെ ആ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ, സുദർശനൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ എവിടെ പോയി ഒളിച്ചാലും, എത്ര ആൾബലുണ്ടായാലും, എത്ര സന്നാഹങ്ങളുണ്ടായാലും, എത്ര സൂത്രങ്ങൾ പ്രയോഗിച്ചാലും പ്രകൃതി നമുക്കെതിരെ തിരിഞ്ഞാൽ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. പ്രകൃതി നമുക്കെതിരെ തിരിയുക എന്ന് പറയുമ്പോൾ ഈ പുറത്തുള്ള പ്രകൃതിയാണെന്ന് നിങ്ങൾ അങ്ങോട്ട് ചുരുക്കരുത്. അകത്ത പ്രകൃതി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓരോ ആന്തരിക പ്രവർത്തനങ്ങൾ, അത് മനസ്സിൻ്റെ ആവാം, ശരീരത്തിൻ്റെ ആവാം, എന്തിൻ്റെ ആവാം, ഇതൊക്കെ പ്രകൃതിയാണ്. ആ പ്രകൃതം കൊണ്ടാണ് നമ്മളൊക്കെ ഓരോ പ്രകൃതക്കാരായിട്ടിരിക്കണത്, അല്ലേ? ആ പ്രകൃതി നമുക്ക് എതിരായാൽ എന്തു സംഭവിക്കും? ശരീരം തന്നെ നമ്മുടെ ശത്രുവായിട്ട് മാറും. ശരീരം തന്നെ നമ്മുടെ ശത്രുവായിട്ട് മാറും. ശത്രുവായിട്ട് മാറിക്കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടാവും. നമ്മുടെ കാലഘട്ടത്തിൽ അവനവൻ്റെ ശരീരം അവനവൻ്റെ ശത്രുവാവുന്നതിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവി
അതുകൊണ്ടാണ് അവൾ ഒരൊറ്റ ഒരാൾ മതി, ആ ഒറ്റ ആൾ മതി സമസ്തതിനെ നശിപ്പിക്കാൻ. കാരണം ഷീ ഈസ് നോട്ട് ജസ്റ്റ് വിത്തിൻ ദ സിസ്റ്റം, ഷീ ഈസ് ദ സിസ്റ്റം. ഒരു സിസ്റ്റം നശിപ്പിക്കാൻ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം സിസ്റ്റം തന്നെ അവളാണ്. ഒരു സംവിധാനത്തിനെ നശിപ്പിക്കാൻ പുറത്തുനിന്ന് ആക്രമിക്കേണ്ട ആവശ്യം പ്രകൃതിക്കില്ല. സംവിധാനം പ്രകൃതിയാണ്. അതുകൊണ്ട് ഒരാളെ തൊലച്ചു കളയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം കംസൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. കംസൻ്റെ വധം ശരിക്കും എന്നോ തുടങ്ങി. വല്ല ആവശ്യമുണ്ടോ ആ പെങ്ങളെയും ഭർത്താവിനെയും കൊണ്ട് തേരി പോകുമ്പോൾ ആകാശത്തുനിന്ന് ലൗഡ് സ്പീക്കർ വെച്ചിട്ട് വിളിച്ചു പറയാൻ, നിന്നെ ഇവളുടെ 8ാമത്തെ കുട്ടി കൊല്ലുന്നു? അങ്ങോട്ട് പ്രസവിച്ച് ജനിച്ചതിന് ശേഷം ടക്കെന്ന് പോയിട്ട് കൊന്നാൽ പോരായിരുന്നില്ലേ? അങ്ങനെയല്ല ഉണ്ടായത്. അവനെ അതറിയിച്ചു, എത്രയോ വർഷം മുന്നേ അറിയിച്ചു. അവൻ്റെ മനസ്സിൽ ഭീതിയുടെ വിത്തിട്ടു. അവൻ ആ പേടിച്ച് 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 മനസ്സ് തകർന്ന് ഓൾമോസ്റ്റ് ഇനി ഒരു ഇടി കിട്ടിയാൽ മരിക്കും എന്ന അവസ്ഥയാക്കി. അപ്പോഴേ ഈ 9 വയസ്സുള്ള കുട്ടി വന്ന് കുഞ്ഞി കൈ വെച്ചിട്ട് ഒറ്റ ഇടി കൊടുത്താൽ ആൾ തീരുള്ളൂ. ആ അവസ്ഥയാക്കി. അങ്ങനെ പേടിച്ച് 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 ഓൾമോസ്റ്റ് മരിച്ചൊരുത്തനെയാണ് സിംഹാസനത്തിൻ്റെ മുകളിൽ ചവിട്ടിക്കയറിട്ട് നെഞ്ചും കൂടി നോക്കി ഒരു ഒറ്റ അടി സ്പോട്ടിൽ കഴിഞ്ഞു. പേടിച്ച് മരിച്ചവനാണ് കംസൻ. വർഷങ്ങൾ ആദ്യമെടുത്ത് അയാളുടെ മനസ്സിനെ അയാളുടെ ശത്രുവാക്കി മാറ്റി. മനസ്സിനെ ശത്രുവാക്കി മാറ്റിയിട്ട് അയാളെ കൊല്ലണം ശരിക്കും. അതാരാ ചെയ്യണത്? അദൃശ്യമായിട്ട് ആ ദേവിയാണ് ചെയ്യണത്. ഭാഗവതത്തിലൊന്നും അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ദേവിയാണ് മനസ്സിൻ്റെ ശക്തി, മനഃശക്തി, ശരീരശക്തി, ബുദ്ധിശക്തി, ധാരണാശക്തി. ഈവൻ നമ്മൾ കൈപുണ്യം എന്ന് പറയണത് കർമ്മശേഷിയായിട്ടുള്ളത്, കർമ്മശക്തി. എല്ലാറ്റിലും ഈ ശക്തിയുടെ ടച്ചില്ലാണ്ട് ഒന്നുമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസവും 3 ദിവസവും പഠിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ശക്തി നമുക്ക് എതിരായാലോ? ആ ശക്തി നമുക്ക് എതിരായി കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. അപ്പോൾ ഇവിടെ അത് വളരെ വിസ്തരിച്ച് പറയണു. യുഗന്തോറും നിന്നെപ്പോലുള്ള എത്രയോ എണ്ണങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയണമ്മ. അതുകൊണ്ട് എനിക്കിത് വലിയ പുതുമയൊന്നുമല്ല. യുഗേ യുഗേ മഹാമൂഢ ഹതാസ്ത്വൽ സദൃശാഖില. ഞാൻ ഈ ഭാഗത്ത് ഈ ശ്ലോകങ്ങൾ എടുത്ത് പറയണതിൻ്റെ കാരണം സാധാരണ പോലെ ഒറ്റടിക്ക് ഗദ്യം പറയാത്തതെന്ന് വെച്ചാൽ അമ്മയുടെ വാക്കുകളാണ്. അമ്മയുടെ വാക്ക് നമ്മുടെ തൊണ്ടയിൽ കൂടെ വരുമ്പോഴേ ഒരു സന്തോഷമാണ്. അതിങ്ങനെ അമ്മയുടെ വാചകങ്ങൾ ഇങ്ങനെ വരികയല്ലേ, അപ്പം അത് നിങ്ങൾക്കും കിട്ടട്ടെ കരുതിയിട്ടാണ് പറയണത്. അമ്മയുടെ ആ ശബ്ദം അമ്മ എങ്ങനെയായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊന്ന് സങ്കല്പിക്കാനാ. എടാ മൂഢ, എത്രയോ യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ നിന്നെ പോലെ വലിയ സ്മാർട്ടായിട്ടുള്ള കുറേ എണ്ണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ പ്രസവിച്ചിട്ടുണ്ട്. ചില എണ്ണങ്ങൾ വളരെ നന്നായിട്ടുണ്ട്, ചിലത് നിന്നെപ്പോലെ കെട്ടതുമായിട്ടുണ്ട്. കെട്ടതിനെയൊക്കെ ഞാൻ തിന്നിട്ടുമുണ്ട്. ഞാൻ ഇന്നലെ ഒമിനിയാന്നോ പറഞ്ഞു, പട്ടി പൂച്ച അതൊക്കെ കുഞ്ഞുങ്ങളെ തിന്നും. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനെയാണ് ഇത് തിന്നുക. നമ്മളതൊരു ക്രൂരകൃത്യമായിട്ട് കാണും. പെറ്റ വയറിനറിയും ഇത് ശരിയല്ല, ഇതിന് കഷ്ടപ്പാടാവും, ഇത് വളർന്നു കഴിഞ്ഞാൽ അത് നരകിച്ച് ജീവിക്കേണ്ടി വരും തോന്നി അതിനെ തിന്നുകളയും. പിന്നെ അതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. മനുഷ്യന് ആ വിദ്യ അറിയില്ല. മനുഷ്യൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മനുഷ്യൻ അംഗീകരിക്കേണ്ട ഹിംസയെ അംഗീകരിക്കില്ല. ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത അഹിംസയെ പാടിപ്പുകഴ്ത്തി നടക്കുകയും ചെയ്യും. അഹിംസയും ഹിംസയും രണ്ട് തരമുണ്ട്. അംഗീകരിക്കേണ്ട ഹിംസ, അംഗീകരിക്കാൻ പാടില്ലാത്ത ഹിംസ. അംഗീകരിക്കേണ്ട ഹിംസ, അംഗീകരിക്കാൻ പാടില്ലാത്ത ഹിംസ. നമ്മുടെ സ്വഭാവം എന്താ വെച്ചാൽ അംഗീകരിക്കാൻ പാടില്ലാത്ത അഹിംസയെ പൊക്കിപ്പിടിക്കും. അതായത് എവിടെ ഹിംസ ആവശ്യമുണ്ടോ അവിടെ അഹിംസ പറയും. എവിടെ അഹിംസ ആവശ്യമുണ്ടോ അവിടെ ഹിംസാത്മകമായിട്ടുള്ള ചിന്തകളോടും പ്രവൃത്തികളോടും കൂടി ജീവിക്കുകയും ചെയ്യും. ഈ ഇരട്ടത്താപ്പ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അപകടത്തിൽ പോയിട്ട് ചാടുന്നത്. വെട്ടേണ്ടത് വെട്ടേണ്ട സമയത്ത് വെട്ടിയിരിക്കണം. വളർത്തേണ്ടത് വളർത്തേണ്ട കാലത്ത് വളർത്തുകയും വേണം. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും അവിടെ ഫലം. അങ്ങനെ ദേവി പറയാം, നിൻ്റെയും ഗതി അതാണ്. നിന്നെയും ഞാൻ പോർക്കളത്തിൽ കണ്ടോളാം, നിൻ്റെ പ്രാണൻ ഞാൻ എടുക്കും. എന്നിട്ട് പറയാ, സാഫല്യം ഗുരു ശസ്ത്രാണാം. നീയെ അമ്പും വില്ലും കൊണ്ടാണ് എന്നോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ
കാമം തലയ്ക്ക് പിടിച്ച നീ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് വേണം നിന്റെ കയ്യിലുള്ള ആയുധങ്ങളെ സഫലാക്കാൻ. എനിക്ക് വേണ്ടത് യുദ്ധമാണ്. ജരാസന്ധൻ്റെ രാജധാനിയിൽ രാത്രി 9 മണിക്ക് ശേഷമാണ് ഭീമനും അർജുനും കൃഷ്ണനും കൂടെ ചെല്ലണത്. സ്നാതക ബ്രാഹ്മണരുടെ വേഷത്തിൽ വെളുത്ത വസ്ത്രവും വെളുത്ത ചന്ദനക്കുറിയും ഒക്കെ ധരിച്ചിട്ട് പോവാണ്. കോട്ടവാതിൽ തുറന്നു തന്നെയാണ് കിടന്നിരുന്നത്. കാരണം അവിടെ ഒരു യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കണ കാലമായതുകൊണ്ട് പല ആൾക്കാരും വരുന്നുണ്ട്. രാത്രിയൊക്കെ മുളയും സ്റ്റോക്കും അരിച്ചാക്കൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് കോട്ടയുടെ വാതിൽ ഗേറ്റൊക്കെ പൂട്ടാണ്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. പല സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട്. നേരെ ഭീമൻ നിഷ്കളങ്കനാണ്. നേരെ അങ്ങോട്ട് കോട്ടവാതിൽ കൂടെ കയറാൻ പോയപ്പോൾ അർജുനൻ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, ചേട്ടനെ പിടിക്ക്, അതിലല്ല പോകേണ്ടത് പറഞ്ഞു. കോട്ടവാതിലിൽ കൂടെ പോകുന്നതിന് വരെ തുറന്നു കിടക്കേണ്ട കോട്ടവാതിൽ നിന്നിരിക്കുമ്പോഴും അവർ മതിൽ ചാടിയിട്ട് അകത്തേക്ക് വന്നു. കാരണം പോകുന്നതിൻ്റെ ധർമ്മം വധിക്കാനാണ്. അതുകൊണ്ട് ആ രീതിയിലേ പോവാവൂ. അല്ലാണ്ട് കോട്ടവാതിൽ തുറന്നു കിടക്കേണ്ടവരുടെ ഈസി ആയിട്ട് അതിൽ കൂടെ കയറുകയല്ല ചെയ്ത്. ഭീമനെ വിളിക്കാൻ പറഞ്ഞു, നമുക്ക് ചാടാമെന്ന് പറഞ്ഞു. അങ്ങനെ ചാടി പട്ടാളക്കാരെ കൊണ്ട് അവനവനെ പിടിപ്പിച്ചു. എന്നിട്ട് ജരാസന്ധൻ്റെ മുന്നിലെത്തി. അപ്പോൾ ബ്രാഹ്മണരല്ലേ, എന്താ ഭിക്ഷ വേണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യുദ്ധം. യുദ്ധമാണ് ഭിക്ഷയായിട്ട് ചോദിക്കുക. പഴയ കാലത്ത് അങ്ങനെയാണ്, യുദ്ധം ഭിക്ഷയായിട്ട് ചോദിക്കും. അതേമാതിരി ഇവിടെ അമ്മ യുദ്ധം ഭിക്ഷയായിട്ട് ചോദിക്കില്ല, അമ്മ കൽപ്പിക്കുകയാണ്. അവൻ എനിക്ക് എൻ്റെ അടുത്ത് വിവാഹാഭ്യർത്ഥന നടത്തി, ഞാൻ മറുപടിയായിട്ട് യുദ്ധമാണ് ചോദിക്കണത്. എൻ്റെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് അവൻ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ അത് കണ്ടെത്തട്ടെ. അതായത് പ്രകൃതിയെ വെല്ലുവിളിക്കുമ്പോൾ പ്രകൃതി നമ്മുടെ അടുത്ത് തിരിച്ച് യുദ്ധം തന്നെയാണ് ചെയ്യുക. പ്രകൃതിയെ നമ്മൾ അടക്കി ഭരിച്ച് മെരുക്കി ഭാര്യയാക്കി വെക്കാൻ നോക്കിയാൽ അവൾ തിരിച്ച് നമ്മുടെ അടുത്ത് യുദ്ധപ്രഖ്യാപനം നടത്തും. ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാം ദേവീഭാഗവതത്തിൽ. നേരെ മറിച്ച് അമ്മയുടെ അടുത്ത് ഒരു പുത്രനെ പോലെയാണ് പെരുമാറിയിരുന്നതെന്നുണ്ടെങ്കിലോ മനുഷ്യനും ഈ ഉണർവ് വരും. ഇപ്പോഴല്ല, ആ തൃശൂലം കൊണ്ടുള്ള കുത്ത് കിട്ടുമ്പോൾ. ഇന്നലെ ഞാൻ പറഞ്ഞു, അമ്മയുടെ 18 കൈകളിൽ 2 കൈ കൊണ്ട് ശൂലം കൊണ്ട് കുത്തുമ്പോൾ അവൻ്റെ ശരീരത്തുനിന്ന് ഉയരുന്ന ആത്മാവിനെ 2 കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ദേവിയുടെ കൊല്ലുന്നതും അവള്, അഭയം കൊടുക്കുന്നതും അവള്. ഈ ഡുവാലിറ്റി, ഈ ഡുവൽ ഭാവം സനാതനധർമ്മത്തിൽ മാത്രമേ കാണുള്ളൂ. മറ്റ് സങ്കല്പങ്ങളിൽ ഇത് വരില്ല. കാരണം അവിടെ ഒരു നല്ലത്, ഒരു ചീത്ത, വെളുത്തത്, കറുത്തത്, ദൈവം, പിശാച്, ഇങ്ങനെ കൃത്യമായ ഡിമാർക്കേഷൻ വെച്ചിട്ടാണ്. സനാതനധർമ്മത്തിൽ അങ്ങനെയല്ല. സകല വസ്തുക്കളും ഒറ്റൊരു വസ്തുവാണ്. നല്ലത് ചീത്ത എന്നുള്ളതൊക്കെ കർമ്മത്തിനനുസരിച്ചും കർമ്മം കൊണ്ടുണ്ടായിട്ടുള്ള മനസ്സിനനുസരിച്ചിട്ടും കാണുന്ന കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടാണ്. ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ ഈ തരത്തിലുള്ള ധ്യാനമാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് പറയാം, എടാ ദുഷ്ട, ബ്രഹ്മാവെന്ന് വരം കിട്ടിയിട്ടുണ്ടെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട. സ്ത്രീയെ കൊണ്ട് മാത്രമേ നിനക്ക് മരണം കിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് നീ കുറച്ചൊന്നുമല്ല നീ ഉപദ്രവിച്ചത് ലോകത്തിനെ. ബ്രഹ്മാവിൻ്റെ വാക്ക് അനുസരിക്കേണ്ടതാണ്. മഹാത്മാവായിട്ടുള്ള സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ വാക്ക് അനുസരിക്കേണ്ടതായത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെപ്പോലൊരു നികൃഷ്ട കൃമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ രൂപം എടുത്ത് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ വിശ്വസ്തരായിട്ടുള്ള ജനറൽസ് ഉണ്ട്, വിശ്വസ്തരായിട്ടുള്ള എന്താ പറയുക, സേവകരുണ്ട്, ആൾക്കാരുണ്ട്. ത്രിമൂർത്തികൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നീ ഇങ്ങനൊരു വൃത്തികെട്ട വരം വാങ്ങി, അതുകൊണ്ട് എനിക്ക് വരേണ്ടി വന്നു. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞ മാതിരി മേലാൽ ഇത്തരം വരങ്ങൾ കൊടുക്കരുത്, അതുകൊണ്ടാണ് എനിക്ക് നീ ഇങ്ങനൊരു വേഷം കെട്ടേണ്ടി വന്ന് ഈ രക്തവും മാംസമൊക്കെ കഴിക്കണേ നരസിംഹ വണ്ടി വന്നതെന്ന് പറഞ്ഞ് വിഷമിച്ച പോലെ തന്നെ അമ്മ പറയുക, നിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ മെനക്കെട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്ന് പറയും. എന്നിട്ട് പറയും, വിഡ്ഢിയായിട്ടുള്ള നീയെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിലെയും ദേവലോകത്തെയും നിൻ്റെ വാസം അവസാനിപ്പിച്ച് സർപ്പങ്ങൾ വാഴണ പാതാളത്തേക്കോ മറ്റെവിടേക്കെങ്കിലോ നിൻ്റെ ഇഷ്ടം പോലെ പൊക്കോളൂ. ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോവാനാണ് പറയണത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് പണ്ട് ഗരുഡൻ്റെ കയ്യിൽ നിന്ന് പേടിച്ചിട്ട് യമുന പോലുള്ളൊരു സ്ഥലത്ത് വന്ന് കൂടിയ കാളിയനെ
ഭഗവാൻ അഹങ്കാരമടക്കി രമണകദ്വീപിലേക്ക് പറഞ്ഞയക്കുന്ന രംഗമുണ്ട് കാളിയമർദ്ദനത്തിൽ. അവിടെ പൊക്കോളൂ, എൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള നിൻ്റെ ശിരസ് കാണുമ്പോൾ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല, ഇനി അതുകൊണ്ട് പേടിക്കണ്ട, ഇപ്പോൾ യമുന വിട്ടു പോകണം പറയും. കാരണം യമുന കാളിയന് പറ്റിയ ആവാസ വ്യവസ്ഥയായിരുന്നില്ല. കാളിയൻ അഭയത്തിന് വേണ്ടിയിട്ട് യമുനയിൽ വന്നിരുന്നെങ്കിലും ആ യമുനയെ വിഷലിപ്താക്കി അവിടെയുള്ള നാട്ടുകാരൊക്കെ മരിച്ചു, പശുക്കൾ മരിച്ചു, പക്ഷിമൃഗാദികളൊക്കെ മരിച്ചുപോയി, ഈ ഒരു കടമ്പ് വൃക്ഷം ഒഴിച്ച് സകലതും കരിഞ്ഞും പോയി. അപ്പോൾ ഭഗവാൻ എന്താ ആ വ്യക്തിയെ അവന് പറഞ്ഞിട്ടുള്ള ആവാസ വ്യവസ്ഥയിലേക്ക്, ഹാബിറ്റാറ്റിലേക്ക് പറഞ്ഞയച്ചു. ഈ പ്രകൃതിയെ അനുസരിക്കൽ എല്ലാ അവതാരങ്ങളിലും കാണാം. വാസ്തവത്തിൽ അവിടെയൊക്കെ ഭഗവാൻ അമ്മയെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയുടെ മഹത്വത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഈവൻ ഗാണ്ഡവ വനം കത്തിക്കുക എന്ന് പറയുന്ന ഒരു നശീകരണ പ്രവൃത്തിയിൽ പോലും മനുഷ്യൻ ചിലപ്പോൾ ആവാസ വ്യവസ്ഥകളെ മാറ്റിമറിക്കുന്നതിൻ്റെ ചില പാഠങ്ങളുണ്ട്. നാഗരികതയ്ക്ക് വേണ്ടിയിട്ടാണ് ഗാണ്ഡവം കത്തിക്കുന്നത്. നഗരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദേശം മുഴുവൻ തീ വെച്ച് നശിപ്പിച്ചു. ആ പ്രദേശം ഏതാ? ഇന്നത്തെ ഡൽഹി. അതിനെയാണ് രണ്ട് വശത്തുനിന്ന് കൃഷ്ണനും അർജുനനും കൂടെ അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞത്. അവർ കത്തിച്ച് കരിച്ച് വെട്ടിപ്പിടിച്ച സ്ഥലമാണ് ഇന്ദ്രപ്രസ്ഥം പണിയണത്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളുണ്ട്. തക്ഷകനെ പോലുള്ള സർപ്പങ്ങൾക്ക് ആ ആവാസ വ്യവസ്ഥ വിട്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ആ പക അവർ വെച്ചോണ്ടിരുന്നു. ആ പകയാണ് പരീക്ഷത്തിനെ കൊത്തിയിട്ട് തീർത്തത്. വെറും ശാപം മാത്രമല്ല, ആ വംശത്തിനോടുള്ള ദേഷ്യം അത്. അപ്പം ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളുടെ അകത്ത് സൂക്ഷ്മമായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് ദേവി ഈ വിധത്തിൽ അവൻ്റെ അടുത്ത് എങ്ങോട്ട് വേണമെങ്കിലും ഓടിപ്പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഈ മന്ത്രി പറയും, എന്ത് മഠയത്തരാ പറയണത്? ആ പെണ്ണിൻ്റെ നാക്ക് കണ്ടില്ലേ? പെണ്ണുങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പാടൂ? മെയിൽ ഷോവിനിസ്റ്റിക് ആയിട്ടുള്ള കുറേ എന്താ പറയുക വാക്യങ്ങൾ ആ മന്ത്രി ഇങ്ങനെ പറയാണ്. ഇത്രയും ബലമുള്ള മഹിഷാസുരൻ്റെ ആ പ്രതാപം അവിടെ, ആ ചക്രവർത്തിയുടെ മഹിമ അറിയോ നിനക്ക്? അദ്ദേഹത്തിൻ്റെ സൈന്യബലം നിനക്കറിയോ? അദ്ദേഹത്തിനുള്ള സിദ്ധികളറിയോ? അദ്ദേഹത്തിൻ്റെ മായാശക്തി നിനക്കറിയോ? കേവലം വെറും ഒരു പെണ്ണായ നീ അല്ലേ? നമ്മുടെ മലയാള സിനിമയിൽ 90കളിൽ ഉള്ള സ്ഥിരം ഡയലോഗുകളിൽ ഒന്നാണ്. അപ്പോൾ വെറും ഒരു പെണ്ണായ നീയെ അത് ഒറ്റയ്ക്ക് ആ മഹാബലവാനായിട്ടുള്ള ചക്രവർത്തിയോട് എന്ത് കാണിക്കാൻ? പെൺബുദ്ധി പിൻബുദ്ധി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ മുന്നിൽ കാണുകയാണ്. ആരെങ്കിലും കയ്യിൽ വന്ന ഈ സ്വർണത്തിനെ, ഈ ഭാഗ്യത്തിനെ വെറും മണ്ണിൻ്റെ കട്ട പോലെ എടുത്തിട്ട് ഇങ്ങനെ കളയോ? എത്ര വലിയ വിഡ്ഢിയാണ് നീ! മഠയ്യായിട്ടുള്ള ഒരു സ്ത്രീ, നിൻ്റെ അടുത്തേ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിൻ്റെ അടുത്ത് ശാന്തമായും മര്യാദയ്ക്കും സംസാരിച്ചത് എൻ്റെ എന്താ കഴിവുകേടാണെന്ന് വിചാരിച്ചോ? ഞാനെന്താ നിന്നെ പേടിച്ചിട്ടാണെന്ന് നീ വിചാരിച്ചോ? എന്നൊക്കെയാണ് ദൂതൻ ചോദിക്കുകയാണ്. ദൂതനാണ് ചോദിക്കണത്. അത് അഹങ്കാരത്തിൻ്റെ ദൂതന് മുതലാളിയെക്കാട്ടിലും വലിയ അഹങ്കാരമായിരിക്കും. അഹങ്കാരത്തിൻ്റെ ദൂതന് മുതലാളിയെക്കാളും വലിയ അഹങ്കാരമായിരിക്കും. എന്നിട്ട് പറയാം, ഇനി കാണാൻ അതിസുന്ദരിയാണെന്നുള്ള ഭാവമാണോ നിനക്ക്? മഹിഷനല്ലാണ്ട് ഒരാളെയും നിനക്ക് വിവാഹം ചെയ്യണം ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല. എന്നിട്ട് പറയാ, ഈ സൗന്ദര്യത്തിനെയൊക്കെ മിനിറ്റ് വെച്ചിട്ട് ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാനിട്ടല്ല. നിൻ്റെ ഈ സൗന്ദര്യം എൻ്റെ ചക്രവർത്തിക്ക് ആസ്വാദ്യകരമാവട്ടെ എന്ന് കരുതി പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് ഉപയോഗിക്കുന്നൊരു വാക്ക് ലാവണ്യഗർഭിത എന്നാണ്. സൗന്ദര്യത്തിൽ അഹങ്കരിക്കണവളെ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ നേരത്തെ തന്നെ നിൻ്റെ രൂപത്തെ വികൃതമാക്കി എന്ന് പറയും. സാമവും ദാനത്തിനെയും പ്രയോഗിക്കാൻ മാത്രമാണ് ചക്രവർത്തി പറഞ്ഞത്. അതായത് നല്ല വാക്ക് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് സോപ്പിട്ട് കൊണ്ടുവരിക. ഇത്രയും ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാത്തതും നിന്നോട് ദയ കാണിക്കണതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അധികം ഞെളിയണ്ട എന്ന് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ദേവി ഉറക്കം ചിരിച്ചു. കൊള്ളാലോ, നിൻ്റെ തനി സ്വഭാവമൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. ഞാനൊന്ന് കുത്തി നോക്കുമ്പോഴേക്കും നീ നിൻ്റെ രാജാവിൻ്റെ പറ്റിയ മന്ത്രിയാണ്, മിടുക്കനാണ് നീ.
നല്ല ചേർച്ചയുണ്ട് നിനക്ക്. ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഈ സാമർഥ്യം കൊണ്ടേ ഒരു പ്രധാന പ്രയോജനമുണ്ട്. നിൻ്റെ മുതലാളിയുടെ മരണത്തിൻ്റെ ചീട്ട് വളരെ പെട്ടെന്ന് കിട്ടും. അത് വാങ്ങിച്ചു കൊടുക്കാനാണ് നിൻ്റെ നാക്കിൻ്റെ മിടുക്കൊക്കെ എന്ന് പറയും. ഞാനൊരു സാധാരണ സ്ത്രീയാണ്, അബലയാണ് എന്നൊക്കെ നീ ഇത്രയും നേരം പറഞ്ഞു. നീ പറഞ്ഞ സത്യ. ഞാനൊരു സാധാരണ സ്ത്രീയാണ്, എനിക്കൊരു ബലവുമില്ല. പക്ഷേ എൻ്റെ സ്വഭാവം പുരുഷന്മാരുടെയാണ്. അതാണ് അദ്വൈത പറയണത്, സാഖ്യാണ് പറയണത്. ഇവിടെ രാധ പറയാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ അബലയാണ്, പക്ഷെ എൻ്റെ സ്വഭാവം കൃഷ്ണനാണ്. സ്വഭാവം നമ്മൾ പറഞ്ഞ ക്യാരക്ടറല്ല, അകത്താരായിരിക്കണമെന്നാണ്. എൻ്റെ അകത്ത് ഇരിക്കുന്ന മൂല ആയിട്ടുള്ള ചൈതന്യം എന്താ, അതാണ് ഇവിടെ പറയണത്. ഉമ ശ്രീപാർവതി പറയുക, ഞാൻ അബലയാണ്, ഞാൻ സ്ത്രീയാണ്, പക്ഷെ എൻ്റെ അകത്തിരിക്കുന്ന ശിവനാണ്. മഹാലക്ഷ്മി പറയാണ്, ശരിയാണ്, ഞാൻ അബലയാണ്, ഞാൻ സ്ത്രീയാണ്, എൻ്റെ അകത്തിരിക്കുന്നത് നാരായണനാണ്. പ്രകൃതി പറയാണ്, ശരിയാണ്, എന്നെ നശിപ്പിക്കാം, മാറ്റിമറിക്കാം, ഒക്കെ ചെയ്യാം, പക്ഷെ എൻ്റെ അകത്തിരിക്കുന്നത് പുരുഷനാണ്. അതാണ് ഇവിടെ പറയണത്. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ സ്വഭാവം പുരുഷൻ്റെ സ്വഭാവമാണ്. എന്നിട്ട് പറയാം, അതുകൊണ്ട് ഞാൻ നിന്നെ മര്യാദ പഠിപ്പിക്കും, എല്ലാവരെയും ഞാൻ മര്യാദ പഠിപ്പിക്കും. ഒരു താളത്തിൽ ഇത് കൊണ്ടുപോകാൻ നോക്കുകയാണ് ഞാൻ, അതിനെ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയും. ഒരു പെണ്ണിൻ്റെ കൈ കൊണ്ടുള്ള മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ശൂരന്മാർക്ക് സഹിക്കാൻ പറ്റാത്തതാണ്, മാനം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ആ മണ്ടൻ മരണമാണ് നിൻ്റെ യജമാനൻ ഒരു വിഡ്ഢിയെപ്പോലെ പെണ്ണിൻ്റെ കൈ കൊണ്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരം വാങ്ങി വെച്ചിരിക്കണം. അതിനെ പിന്നെ എങ്ങനെയാണ് മാറ്റിമറിക്കുക? ഒരുത്തൻ വിധിയെ ചോദിച്ച് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല. അങ്ങനൊരു വിധി ഉണ്ടായിരുന്നുണ്ടാവില്ല, കർമ്മം കൊണ്ട് പോലും ആ വിധി ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്കിത് വേണം, എനിക്ക് കുടിക്കാൻ ആസിഡ് തന്നാൽ മതി എന്ന് ഓർഡർ പ്ലേസ് ചെയ്താൽ, റെസ്റ്റോറൻറ്റിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാം. പ്രകൃതിയിൽ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഒറ്റ തവണയേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ ചെയ്താൽ സാധനം വരും, കുടിച്ചോളണം. അതെന്താടാ നിനക്ക് കഴിച്ചാൽ എന്നാണ് ചോദിക്കുക, അല്ലേ? ഏതൊരു സിനിമയില്ലേ ചോറ് വിളമ്പിയിട്ട് നീ അല്ലടാ ചോറ് ചോദിച്ച് കഴിക്ക്, എന്താ നിനക്ക് കഴിച്ചാലേ ചോദിക്കില്ലേ? പ്രകൃതി അതുപോലെയാണ്. നമ്മൾ ചോദിച്ചോ സംഭവം വരും, വന്നാൽ അത് ഉപയോഗിച്ചോളണം. അപ്പം ഇവിടെ പെണ്ണിൻ്റെ കൈകൊണ്ടേ മരിക്കാവൂ എന്ന് അവനായിട്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് അവനത് മറികടക്കാൻ പറ്റില്ല, അവൻ്റെ വിധിയാണ്. വിധിയെ പോരടിച്ചിട്ട് മറികടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, രക്ഷപ്പെടണമെങ്കിൽ ഈവൻ നമ്മുടെ കയ്യിലിരിപ്പോണ്ടാണെങ്കിൽ പോലും ഈശ്വരാധീനമുണ്ടെങ്കിൽ, ആ ഒരൊറ്റ കാര്യമുണ്ടെങ്കിൽ മാത്രം ഭയമില്ലാണ്ട് ജീവിക്കാം. ഈശ്വരാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനവന് പറ്റിയ തെറ്റാണെങ്കിലും പൂർവ്വകർമ്മ ദോഷമാണെന്നുണ്ടെങ്കിലും രക്ഷ നിശ്ചയമായിട്ടും കിട്ടും എന്ന് പറയണം. മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് സൈന്യത്തിൻ്റെ ബലം എന്താ? അതുകൊണ്ട് എന്താ കാര്യം? അവൻ മരിക്കാൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സംരക്ഷണം കൊണ്ടും കാര്യമില്ല. പരീക്ഷത്തിനെ 7 നിലയുള്ള മാളിക പണിത് ഗംഗാനദിയുടെ നടുക്കാണ് പാർപ്പിച്ചത്. എത്രയോ എന്താ പറയുക, സൈന്യവും ഒക്കെ കാവൽ നിന്നു. ഒരു പഴത്തിൻ്റെ ഉള്ളിലെ പുഴുവായിട്ടല്ലേ തക്ഷകൻ വരണത്? പഴക്കൊട്ടയുടെ ഉള്ളിൽ കയറി ആ പഴത്തിൻ്റെ ഉള്ളിൽ പുഴുവായിട്ട് ഒളിച്ചിരുന്ന് ആ പഴം തന്നെ ഇദ്ദേഹം തൊലിച്ച് പുറത്തെടുക്കാൻ കാരണമായി. ഉടനെ തന്നെ ആ പുഴു പുറത്ത് ചാടി നിമിഷാർദ്ധം കൊണ്ട് വളർന്ന് വലുതായിട്ടൊരു ഭീകര സർപ്പമായി മാറി. ആ സർപ്പം ദംശിക്കുകയാണ്, അല്ലേ? ഇങ്ങനെ കാലഗതി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അതത്രയും ഉറച്ചതാണ്, അതിനെ മാറ്റാൻ പറ്റില്ല. ഏത് പ്രകാരം മരണം നടക്കണം എന്നുള്ളതും വിധിയാണ്. ശരീരത്തിൻ്റെ നവദ്വാരങ്ങളിൽ ഏത് ദ്വാരത്തിലൂടെ പ്രാണൻ പുറത്തേക്ക് പോകണം എന്നുള്ളതും വിധിയാണ്. മരണത്തിൻ്റെ സമയത്ത് പ്രാണൻ്റെ ബഹിർഗമനം നടക്കുന്നതിനനുസരിച്ചിട്ടാണ് അത്ര മരണലക്ഷണം ഉണ്ടാവുക. കണ്ണ് തുറിച്ചിട്ടുള്ള മരണത്തിൽ കണ്ണിൽ കൂടെ ആയിരിക്കുന്നു.
മഹാദുഷ്ടന്മാരുടെ മരണമൊക്കെ അധോഭാഗത്തെ ദ്വാരങ്ങളിൽ കൂടിയിരിക്കും, മലദ്വാരാദികളിൽ കൂടിയിരിക്കും. അത്ര നികൃഷ്ട മരണമായിരിക്കും. അങ്ങനെ ബഹിർഗമിക്കുന്ന പ്രാണൻ സൂര്യനിൽ ലയിക്കില്ല എന്നാണ്. കാരണം ഏത് പ്രാണൻ്റെ ഒരു അംശം സൂര്യനിൽ ലയിക്കും. ഒരംശമാണ് പിതൃകായിട്ട് മാറുക. ചിലപ്പോൾ പ്രാണൻ ആ വ്യക്തിയുടെ ആത്മാവ് സ്പ്ലിറ്റാവാനും മതി. ഒരേ ആൾ തന്നെ 8-10 സ്ഥലത്ത് ജനിക്കാം. നമ്മൾ കരുതുന്ന മാതിരി ഒരാൾ തന്നെ വീണ്ടും ഒരാളായിട്ട് ജനിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരേ ആത്മാവ് തന്നെ 3-4 ആയിട്ട് ജനിക്കാൻ പറ്റും. ഒരേ കാലയളവിൽ ജീവിച്ചിരിക്കാനും പറ്റും. ഇതൊന്നും സാധാരണ ആരും പുറത്ത് ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ്. ഹനുമാൻ സ്വാമിയുടെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട് ഇതിനെക്കുറിച്ച്. അതേപോലെ തന്നെ ഒരേ ആത്മാവ് തന്നെ 3-4 ലോകങ്ങളിൽ ഒരേ സമയം ജീവിച്ചിരിക്കാം. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ അവെഞ്ചേഴ്സ് കാണുന്നവരാണ്. അവെഞ്ചേഴ്സിൽ ഈ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലോകത്തൊരു സ്പൈഡർമാൻ ഉണ്ടാവും, വേറൊരു ലോകത്ത് വേറൊരു സ്പൈഡർമാൻ ഉണ്ടാവും, വേറൊരു ലോകത്ത് വേറൊരു സ്പൈഡർമാൻ ഉണ്ടാവും, ഒരേ സമയത്ത് ഒരേ കാലത്ത്. നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത് മൾട്ടിവേഴ്സിൻ്റെ പ്രചോദനം ഇവിടുന്നാണ്. അപ്പോൾ മരണം വേണ്ട എന്നുള്ള ഈ വരം വാങ്ങിയിട്ട് ഞെളിയുന്ന വിഡ്ഢികളെ കുറിച്ചിട്ട് ഞാൻ എന്തു പറയാനാണ്? കാരണം കാലം എല്ലാവരെയും ഭക്ഷിക്കും. കാലോ ജഗദ്ഭക്ഷക ആണ് പ്രമാണം. കാലം ഭക്ഷിക്കാത്തതില്ല. അതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്. ചിരഞ്ജീവികളായിട്ട് ഹനുമാൻ സ്വാമിയുണ്ട്, അശ്വത്ഥമാവുണ്ട്, മഹാബലിയുണ്ട്, മാർക്കണ്ഡേയ മഹർഷിയുണ്ട്, ഇവരൊക്കെ ഉണ്ട്, കൃപര്. പക്ഷെ ഇവരൊക്കെ ആത്യന്തികമായിട്ട് ഇവർക്കും ശരീരം പോവും, ബ്രഹ്മാവിന് പോലും പോവും. പിന്നെ അല്ലേ ഈ സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ ഇങ്ങനെ നീ നിൻ്റെ ദേവി പറയുക, ബ്രഹ്മാദികൾക്ക് പോലും മരണത്തിനെ മാറ്റാൻ പറ്റില്ല. കാലത്തിൻ്റെ പോക്കിൽ നാശിക്കുക, വീണ്ടും ഉണ്ടാവുക, നിലനിൽക്കുക, വീണ്ടും നശിക്കുക. ഇത് ചക്രമാണ്. ഇതാർക്കും മാറ്റാൻ പറ്റില്ല. അമ്മ തന്നെ മാറിക്കൊണ്ടിരിക്കണു, പ്രകൃതി തന്നെ മാറിക്കൊണ്ടിരിക്കണു അല്ലേ? ഈ ഭൂമി ഉണ്ടായ കാലത്ത് നമ്മൾ പ്രകൃതി എന്ന് പറയും, ഈ ഭൂമിയെ കേന്ദ്രീകരിച്ച് എല്ലാവരും ചിന്തിക്കണം. പ്രകൃതി ശരിക്കും ഭൂമിയല്ല, ഈ പ്രപഞ്ചമാണ് പ്രകൃതി. ഈ ബ്രഹ്മാണ്ടം പ്രകൃതിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണിത്. അതിൽ തന്നെ എത്ര വൈവിധ്യം. വാതകത്തിൻ്റെ തിളച്ചു മറിയണ ഒരു കട്ടയായിരുന്നു ഇത് ആദ്യം. ഭൂമി സൂര്യന് തെറിച്ച് വരുമ്പോൾ അത് മെല്ലെ 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 ഉരുകി വന്ന് ആ ജലം പോലെയായി ഇങ്ങനെ കട്ടിപിടിച്ച് വരുമ്പോഴല്ലോ ആദ്യം ഒരു ഉരുകിയ വെള്ളം പോലെയാവും. ആ വെള്ളം പോലെയായിട്ട് അതിൻ്റെ ഉൾവശത്തേക്കുള്ള ആ കറക്കം കാരണം അതിഭയങ്കരമായിട്ടുള്ള കാന്തമായിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ ഉണ്ടയാണ് ഈ ഭൂമിയുടെ നടുക്കിരിക്കുന്നത്. ഭൂമിയുടെ കോർ എന്ന് പറയുന്നത് സാധാരണ ഇരുമ്പിനെക്കാട്ടിലും എത്രയോ കട്ടിയുള്ള, സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഭാരമുള്ള ഇരുമ്പിൻ്റെ ഒരു ഉണ്ടയാണ്, ഒരു ബോളാണ് ഇതിൻ്റെ ഉൾവശം. നമ്മൾ ഒരു വസ്തുവിനെ അരിച്ചരിച്ചെടുക്കുമ്പോൾ ഭാരം കൂടിയ സാധനങ്ങൾ അകത്തേക്ക് ഇറങ്ങിപ്പോവും ഗുരുത്വാകർഷണം കൊണ്ട്. അതേപോലെ ഏറ്റവും ഭാരമുള്ള മൂലകങ്ങളും വസ്തുക്കളും ഒക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ട്. ഭാരം കുറഞ്ഞതാണ് ഈ മുകളിൽ നിൽക്കുന്നത്. ഈ പാറയൊന്നും ഒന്നുമല്ല, പാറയൊക്കെ ഭാരം കുറഞ്ഞതാണ്. ഇതിൻ്റെ അകത്തേക്ക് പോകും തോറും ഭാരത്തിൻ്റെ തോത് വർദ്ധിച്ചു വരും. അങ്ങനെ ഉണ്ടായി വരുമ്പോഴും വിഷവാതകങ്ങളായിരുന്നു ഇവിടെ മുഴുവൻ, മീഥൈൻ പോലുള്ള സാധനങ്ങളൊക്കെ. അതിങ്ങനെ തിളച്ച് മറിഞ്ഞിട്ടാണ് കുറേ കാലം കഴിയുമ്പോൾ ജലത്തിൻ്റെ ആദ്യത്തെ തന്മാത്രകൾ ഉണ്ടാവുള്ളൂ. അത് ചൂടുകൊണ്ട് പോകും, തണുക്കും, താഴേക്ക് വരും, വീണ്ടും പോകും, താഴേക്ക്. ഇങ്ങനെ മഴ പെയ്യുക, വീണ്ടും ആവിയായി പോവുക. അതായത് ചുട്ടുപഴുത്തൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ചൊരിഞ്ഞ പറഞ്ഞിട്ട് ഇങ്ങനെ ദോശക്കല്ലിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതുപോലെ ഈ ആവി മേലെ പോവും, തണുക്കും, വീണ്ടും വീഴുമ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ പോവും, വീണ്ടും വരും. ഇങ്ങനെ പല 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 കോടി വർഷങ്ങൾ മഴയുണ്ടാവും, പെയ്യും, വീണ്ടും ആവിയാവും, വീണ്ടും പെയ്യും. ഇങ്ങനെ സംഭവിച്ചിട്ടാണ് ഭൂമിയുടെ ഉപരിതലം ഒന്ന് തണുത്ത് കട്ടയായത്. പ്രകൃതി മാറണ്ടോ ഇല്ലയോ? മാറിയില്ലേ? ഇങ്ങനെ മാറി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആവിയായി പോകാതായി ജലം. അത് താഴ്ന്ന പ്രദേശങ്ങളിൽ കെട്ടിക്കിടന്നു, സമുദ്രങ്ങളുണ്ടായി. ഈ സമുദ്രങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള ഇടിമിന്നലുകൾ ഇറങ്ങും. അന്തരീക്ഷത്തിൽ
അപ്പോഴും വാതകങ്ങൾ മുഴുവൻ അയോണൈസ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇടിമിന്നലുകൾ ഉണ്ടാവും. ഈ ഇടിമിന്നലുകളുടെ ഉള്ളിൽ നിന്ന് ആദ്യത്തെ പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടായി, അമിനോ ആസിഡ്സ്. ഫസ്റ്റത്തെ ജീവൻ അതാണ്. ഭൂമിയിലേക്ക് ജീവനെ കൊണ്ടുവരുന്നത് ഇടിമിന്നലുകളാണ്. കാരണം അന്തരീക്ഷത്തിലാണ് ജനനം. അവിടുന്ന് മഴവെള്ളം വഴി ഈ മോളിക്യൂളുകൾ സമുദ്രങ്ങളിലെത്തി. ആദ്യത്തെ ഫസ്റ്റ് മൈക്രോ ഓർഗാനിസംസിൻ്റെ ഉത്ഭവം അവിടുന്നാണ്. ഇങ്ങനെ ഘട്ടമായിട്ട് മാറി വരുന്നു. നമ്മൾ ജനിച്ച കാലത്തെ പ്രകൃതിയല്ല ഇന്ന്. എത്ര മാറ്റം വന്നു. ഭൂമിയുടെ അച്ചുതണ്ടിന് തന്നെ ചെരിവ് മാറി 16-ാം നൂറ്റാണ്ടിന് ശേഷം. ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, പഞ്ചാംഗം തെറ്റാണ് നമ്മുടെ. അത് നേരാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. കണിക്കൊന്ന കാലം തെറ്റിയൊന്നും പൂക്കുന്നില്ല. അത് കറക്റ്റ് തന്നെയാണ് പൂക്കണത്. പ്രകൃതിക്ക് തെറ്റ് പറ്റില്ല. മാർച്ച് 26-നാണ് ഇപ്പോൾ വിഷു. ശരിക്കും കർക്കിടകത്തിലാണ് നമ്മുടെ ഓണം വരണത്. അഷ്ടമിരോഹിണി വരണത് കർക്കിടകത്തിലാണ്. എല്ലാം തെറ്റാ. ശിവരാത്രി തെറ്റാണ്, നവരാത്രി തെറ്റാണ്, ഒക്കെ തെറ്റിയാണ് വരണത്. പഞ്ചാംഗം കറക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഇവിടെ നമ്മൾ ബ്ലെയിം ചെയ്യണത് നമ്മുടെ പഞ്ചാംഗം ശരി, പ്രകൃതിക്കാ തെറ്റണമെന്നാണ്. പ്രകൃതി കാലിനെ ചെരുപ്പിൻ്റെ അളവിനനുസരിച്ച് മുറിക്കണ പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറ്റുന്നില്ല. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയുള്ള ആദ്യകാലത്ത് അതിനൊരു ശ്രമം നടത്തിയപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ പിടിച്ചിട്ട് അന്നത്തെ മന്ത്രിസഭ ഇരുത്തി അയാളുണ്ടാക്കിയ തെറ്റുകളിലാണ് ഇന്ന് കൂടുതൽ അബദ്ധത്തിൽ നമ്മുടെ ജാതകങ്ങൾ ഗണിക്കപ്പെടുന്നത്. നല്ല പണ്ഡിതന്മാരായ ജ്യോതിഷന്മാർക്കൊക്കെ അറിയാം. അപ്പം മമ്മിയൂർ അതിരുദ്രത്തിൻ്റെ സമയത്ത് ഒരു അസൽ സെമിനാർ നടന്നു. അതിൻ്റെ റെക്കോർഡിങ് യൂട്യൂബിലുണ്ട്. നിങ്ങളൊന്ന് തിരഞ്ഞാൽ കിട്ടും. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരോർമ്മയില്ല. അദ്ദേഹം അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ പഞ്ചാംഗങ്ങൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന്. ഇതറിയാത്തവരല്ല ആർക്കും. പക്ഷേ അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ വയ്യ. കാരണം ഇന്ന് സഭകളില്ല, ചർച്ചകൾ നടക്കുന്നില്ല. ജ്യോതിഷ സഭകൾ കൂടി തീരുമാനിക്കണം ഇത് മാറ്റണമെന്ന്. അല്ലാണ്ട് പ്രകൃതിയെ ബ്ലെയിം ചെയ്തിട്ട് കാര്യം. അപ്പോൾ പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാക്കുന്ന ആ രീതി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാലത്ത് വരാഹമിഹിരൻ ഉണ്ടാക്കി വെച്ചൊരു കാര്യത്തിന് ഇന്നും ചുമന്നുകൊണ്ട് നടക്കുകയല്ല വേണ്ട. മിഹിരാചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് മാറ്റിക്കൊള്ളണം. നമുക്ക് മടിയാ, നമ്മൾ ചെയ്യില്ല. സോ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇവോൾവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നിത്യാഭ്യാസമാണ്. എന്നും പഠിക്കാനുണ്ട്. എന്നോ ഒരിക്കൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അറിയണമെന്നില്ല. ആ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം, തലമുറകൾ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് ആ അമ്മയുടെ മടിയിലിരുന്ന് അമ്മയോട് ചേർന്നുകൊണ്ട് തന്നെ സൗഭാഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം പ്രകൃതി വിരുദ്ധമായിട്ട് മാറും. ഇന്ന് പ്രകൃതി വിരുദ്ധമായിട്ട് മാറണതിൻ്റെ, ജീവിതം മാറിയതിൻ്റെ കാരണം തന്നെ അതാണ്. അങ്ങനെ ദേവി പറയും, ഒരു കാര്യം അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞോ, ദേവലോകത്തിൻ്റെ അധികാരികൾ ദേവന്മാരാണ്, ഞാൻ അവരെ അവിടെ ഇരുത്തിയിട്ടുള്ളതാണ്. പാതാളം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നോളണം. എന്നിട്ട് പറയും, ഹവിസിൻ്റെ അനുഭവാവകാശികൾ, യാഗം ചെയ്താൽ അതിൽ ഹോമിക്കുന്ന ഹവിസിൻ്റെ അവകാശികൾ ദേവന്മാരാണ്, അസുരനല്ല. അസുരൻ ഒരിക്കലും അതിൽ വന്നിട്ട് തലയിടാൻ പാടില്ല. അത് അന്യായമായിട്ട് കയ്യേറിയത് ശിക്ഷാർഹമാണ്. ധർമ്മത്തിൽ മാറ്റം വരുത്തുക. അമ്മ പറയണത് ഇത്രയേ ഉള്ളൂ, ഇൻ സിമ്പിൾ ടേംസ്, വാട്ട് എവർ യു ഹാവ് ഡൺ ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഭരണഘടനാ വിരുദ്ധാണ്. ഏത് ഭരണഘടന? പ്രകൃതിയുടെ ഭരണഘടന. അല്ലാണ്ട് ഭരണഘടന പൊക്കിപ്പിടിച്ചിട്ട് കാര്യമില്ല. ഭരണഘടനയെ മനസ്സിലാക്കണം, ഭരണഘടനയെ അനുസരിക്കണം. ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹിഷൻ്റെ മന്ത്രി ആകെ ചിന്താകുലായി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മഹിഷന് പ്രോപ്പർ പാർലമെൻ്ററി സിസ്റ്റം ഉണ്ടായിരുന്നു. കാര്യാലോചന സഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഡിഫൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ഒക്കെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ദേവിഭാഗത്തിൽ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇവന്മാർക്ക് യഥാർത്ഥ ജനാധിപത്യം എന്താണെന്നറിയില്ല. ഇവർ ജനാധിപത്യത്തിൻ്റെ വേഷം ഇട്ടിട്ട് ഒരു ഏകാധിപതി അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കണം, ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, ഇല്ലെങ്കിൽ ബി റെഡി ടു പെരിഷ്, നശിക്കാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആലോചിച്ചു, എന്താ ഇപ്പം ഞാൻ ചെയ്യുക? ഇവളെ അനുകൂലിപ്പിച്ചിട്ട് എന്തായാലും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇവളെ കൂടാണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല. പോയാൽ ആ വെട്ടുപോത്താണ്. ഉള്ളിൻ്റെ ഉള്ളിൽ മുതലാളിയുടെ സ്വഭാവം അറിയാമല്ലോ, അയാൾ എൻ്റെ തലയെടുക്കും. അതുകൊണ്ട് കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, അടികൊണ്ട് ബോധം കെട്ട് വീണ സൈന്യാധിപനെ യു ആർ ഡിസ്മിസ്ഡ് എന്ന് പറയുന്ന മണ്ടനാണ്. വേറൊരാളെ
നിയമിച്ചു. അവൻ ചത്തു കഴിഞ്ഞപ്പോൾ നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കണമെന്ന്. അഹങ്കാരത്തിന് ചിന്താശേഷിയില്ല, മണ്ടത്തരേ പറയുള്ളൂ. അപ്പോൾ അമ്മ വിചാരിക്കണ്ടാവും ഇവൻ എന്തിനാണ് ആ പാവം മനുഷ്യനെ ഇത്രയ്ക്ക് കോമാളിയാക്കണമെന്ന്, അല്ലേ? അല്ല, അഹങ്കാരത്തിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഇവളെ കൂട്ടാണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല. പക്ഷെ ബുദ്ധി തൽക്കാലം യുദ്ധം വേണ്ട. യുദ്ധത്തിൽ ഇവളെ ഞാൻ കൊല്ലേണ്ടി വന്നാൽ അപ്പോഴും രാജാവ് കൊല്ലും. ഞാൻ ഇവളെ കൂട്ടാണ്ട പോയാൽ അപ്പോഴും രാജാവ് എന്നെ കൊല്ലും. അത്രയ്ക്കും ഇവളിൽ ആകൃഷ്ടനാണ് മഹിഷൻ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഭരണോടത്ത് വെച്ച് കാണാം, പോയിട്ട് പറയാം അവൾ വിളിച്ചിട്ട് വന്നില്ല എന്ന്, അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ തീരുമാനമായിട്ട് വെറുതെ ഇവളെടുത്ത് യുദ്ധം ചെയ്ത് മെനക്കെട്ടിട്ട് ഇവളെ കൊന്നിട്ട് പിന്നെ ചാവണ്ടല്ലോ, അപ്പോൾ മെനക്കെടാതെ പോയിട്ട് ചാവാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി മഹിഷൻ്റെ അടുത്ത് ചെന്നു. മഹിഷൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മഹിഷൻ എവിടെ കൊണ്ടുവന്നു, എവിടെയെന്നൊക്കെ ചോദിച്ചു. അല്ല വന്നിട്ടില്ല. വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അത് അല്ല പുറകിൽ വരുന്നുണ്ടോ? പുറകിലൊന്നും വരുന്നില്ല. അവൾ വരില്ല. നമ്മൾ വിചാരിച്ചത്ര പോലെ വേഗം പിടിക്കാൻ കിട്ടുന്ന ആളല്ല. അതിസുന്ദരിയാണ് രാജാവേ അവൾ. മാത്രമല്ല അതിനേക്കാളും ഭയങ്കര തൻ്റേടിയാണ്. ഇത്ര തൻ്റേടം ഞാൻ ഒരു പെണ്ണുങ്ങളിലും കണ്ടിട്ടില്ല. അമ്മാതിരി തൻ്റേടിയാണ് അവൾ എന്ന് പറയും. എന്നിട്ട് പറയാ, അതേ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവൾ ഓടിക്കണ വണ്ടി ഒരു സിംഹമാണ്. അവളുടെ കാറ്, അവളുടെ വാഹനം ഒരു സിംഹമാണ്. ചില സ്ത്രീകളുണ്ട് ട്രക്കൊക്കെ ഓടിക്കും, കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല അനവധി ആയുധങ്ങളുണ്ട്, 18 കയ്യാ, 3 കണ്ണാണ്, ഒരു പ്രത്യേക രൂപവും ഭാവവും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കയ്യിലുള്ള ആ മദ്യചഷകത്തിൽ നിന്ന് ഇങ്ങനെ സിപ്പ് ചെയ്യും, ഇങ്ങനെ കുടിക്കും, എന്നിട്ട് ഇങ്ങനെ മടിയിൽ വയ്ക്കും, എന്നിട്ടാ വർത്താനം പറയണം. കുടിക്കാത്തൊരു നിമിഷമില്ല, കുടിച്ചോണ്ടാണ് സംസാരിക്കണത്. ഒരു വല്ലാത്ത സ്ത്രീയാണ് എന്ന് പറയും. ആകപ്പാടെ ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞ ഓരോ വാക്കും തെറ്റാണ്ട് ഞാൻ അവളോട് പറഞ്ഞു. പറഞ്ഞോ? അപ്പോൾ അവൾ എന്ത് പറഞ്ഞു? ഭാ എന്ന് പറഞ്ഞു. മനുഷ്യന് ചെകിടത്തടി കിട്ടിയ പോലെയായി. പുല്ല് വിലയാണ് അവൾ കാണിച്ചത്. ചേറ്റിക്കിടക്കണ പോത്തേ എന്ന് വിളിച്ചു. എന്നെ അങ്ങനെ വിളിച്ചോ ഇനി വെച്ചിട്ട് ആ പോത്തിൻ്റെ കണ്ണൊക്കെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു. മോശമായി പോയല്ലോ. എല്ലാവരും കേക്കെയാണ് വിളിച്ചത് വെച്ചു. എല്ലാവരും കേക്കെയാണ് വിളിച്ചത്. ദേവന്മാരൊക്കെ ചിരിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് മനുഷ്യൻ അങ്ങോട്ട് സഹിക്കാണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞാനും വെറുതെ വിട്ടില്ല മഹാരാജാവ്, എനിക്കും ഭയങ്കര ദേഷ്യം വന്നു. നോക്കി കുഴപ്പമൊന്നുമില്ല, ഇയാൾ എന്നെ കൊല്ലാൻ വേണ്ടി. എന്നിട്ട് അവൾ പറയാ, നമ്മൾ ഈ സ്വർഗത്തിനെയും ഭൂമിയൊക്കെ വിട്ടിട്ട് തിരിച്ച് പാതാളത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് അവിടെ ഒളിച്ചിരിക്കാൻ. എന്ത് അഹങ്കാരമല്ലേ അവളുടെ! നമ്മളെയൊക്കെ കൊല്ലാൻ വന്നിരിക്കുകയാണ് അത്ര, ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? അങ്ങനെയൊന്നും കേട്ട് ടെൻഷനാണ് കേട്ടോ. നമുക്ക് പോയിട്ട് അവളെ പിടിച്ചുകൊണ്ടുവരാം. എന്നിട്ട് നീ എന്താ കൊണ്ടുവരാത്? അപ്പം പറയാ, അല്ല കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ സൈന്യബലമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാലല്ലാണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് പറയുക, അവളുടെ ചുണയുള്ള ആൺമക്കൾ കുറേ എണ്ണങ്ങളുണ്ടല്ലോ അവിടെ, അവർക്ക് നമ്മളെ തൊടാൻ പറ്റിയിട്ടില്ലല്ലോ. അതേപോലെ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അവളും അടിയറോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളും. പിന്നെ എത്രയും പെട്ടെന്ന് ഇനി എന്താ അടുത്തത് കരണീയം എന്ന് അവിടുന്ന് പറയണം. ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങയുടെ ആജ്ഞ എന്താണെന്ന്. കാരണം അങ്ങയോട് ചോദിക്കാണ്ട് ഒന്നും ചെയ്യണം ശരിയല്ലോ. എനിക്ക് വേണമെങ്കിൽ അവളെ പിടിച്ചുകൊട്ടി കൊണ്ടുവരായിരുന്നു. പക്ഷെ അങ്ങ് സാമം ദാനം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഭേദം ദണ്ഡം പറയാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് 2 കൊടുക്കണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹിഷൻ്റെ ഈഗോനെ സുഖിപ്പിച്ചു. മഹിഷൻ ഇവരൊക്കെ പ്രതീക്ഷിച്ച് മഹിഷൻ ദേഷ്യപ്പെട്ട് അലറി പ്രശ്നമുണ്ടാക്കി സിംഹാസനമൊക്കെ തല്ലിപ്പൊളിക്കും എന്നാണ് വിചാരിച്ച്. മഹിഷൻ ഇത് മുഴുവൻ കേട്ടിട്ട് സിംഹാസനത്തിൽ ഇരുന്നു, മൗനിയായിട്ടിരുന്നു. അത്ര കുറേ നേരം സൈലൻസ്. ഇവർക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല, ഇയാൾക്ക് എങ്ങനെ ഇയാളിന് റിയാക്ട് ചെയ്യാമെന്നറിയില്ല. എന്നിട്ട് മന്ത്രിമാരെയൊക്കെ വിളിച്ചു, ക്യാബിനറ്റ് കൂടാൻ പറഞ്ഞു. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാബിനറ്റ് കൂടണത്. അല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പെണ്ണുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് കൂടാറുണ്ട്, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവരാനും ക്യാബിനറ്റ് കൂടാറുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് കൂടി കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. മന്ത്രിമാർ അവരവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ
അവരുടെ അടുത്ത് എങ്ങനെ നമ്മളിനി പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങ് കോപിക്കരുത്, എടുത്തു ചാടി ഒന്നും പറയരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം മനുഷ്യൻ ഇത്തിരി ശാന്തനായിട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് അവർ പറയണത്. ഞങ്ങൾ മന്ത്രിമാരുടെ ജോലി എന്താ? സത്യമായിട്ടുള്ള കാര്യം, ഹിതമായിട്ടുള്ള കാര്യം. എപ്പോഴും നമുക്ക് രണ്ട് തരത്തിലാണ് ഉപദേശം കിട്ടുക. ആ ഉപദേശം ചോദിക്കുന്ന സമയത്തെ നമ്മുടെ മനസ്സിൽ വേണ്ട ഭാവന എന്താണെന്ന് ഒന്ന് സൂചിപ്പിക്കാം. പ്രാർത്ഥിക്കുമ്പോഴും അതാണ്. എനിക്കിഷ്ടമുള്ളത് തരണേന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, എനിക്കിഷ്ടമുള്ള ഉപദേശം തരണേന്നുമല്ല പറയേണ്ടത്. എനിക്ക് ഹിതമായ ഉപദേശം തരണേ, എനിക്ക് നന്മ ചെയ്യണ ഉപദേശമാണ് വേണ്ടത്. എനിക്ക് ഹിതമായതാണെങ്കിൽ നടത്തിത്തരണേ അമ്മേ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാന്റെ അടുത്താണെങ്കിൽ ഹിതം വ്യത്യാസമുണ്ട്. മധുരം ഡയബറ്റീസ് ഉള്ള ആൾക്ക് ഇഷ്ടമാണ്, ഹിതമല്ല. മധുരം പ്രമേഹ രോഗിക്ക് ഇഷ്ടമുള്ള വസ്തുവാണ്, പക്ഷെ അത് ഹിതകരമല്ല. അത് കഴിച്ചാൽ അയാൾക്ക് കുഴപ്പം വരും, നന്മ ചെയ്യുന്നില്ല അയാൾക്കത്. അതാണ് ഈ ഹിതത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും വ്യത്യാസം. അപ്പോൾ ഇവിടെ പറയാണ് മന്ത്രിമാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കൊടുക്കണം. രാജാവിൻ്റെ അടുത്ത് കോൾ എ സ്പെയ്ഡ്, അത് സ്പെയ്ഡാണെന്ന് പറയണം. ശരിയല്ല എങ്കിൽ ശരിയല്ല എന്ന് പറയണം. അല്ലാണ്ട് നിങ്ങൾ ചെയ്യണതൊക്കെ ശരിയാണെന്ന് പറയുന്ന ആൾക്കാർ ചുറ്റുമുള്ള ഒരാൾ സ്വയം നശിക്കുകയുള്ളൂ. അവസാന കാലത്ത് അയാൾക്കൊരു മോശം വരുമ്പോൾ ഇവരാരും കൂടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് വിമർശിച്ച് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ തെറ്റിതാണ്, ശരി ഇതാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടവിടെ അപ്രീഷിയേറ്റ് ചെയ്യുക, വിമർശിക്കേണ്ടവിടെ വിമർശിക്കുകയും ചെയ്യുന്ന ഉപദേശകർ, സുഹൃത്തുക്കൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ വളരും. അപ്പോൾ ഇവിടെ പറയാം, സത്യം പറയുകയും വേണം, ഹിതമായിരിക്കും വേണം. ഇതാണ് സാമാന്യ നിയമം. പക്ഷെ സത്യം പലപ്പോഴും ഹിതമാവില്ല, ഹിതമായിട്ടുള്ളത് പലപ്പോഴും സത്യമാവില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇഷ്ടത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ സത്യമാവണമെന്നില്ല. എന്താ പറയുക, സത്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇഷ്ടപ്പെടണമെന്നുമില്ല. ഇനി ഇഷ്ടമാണെങ്കിലും ഹിതമാവില്ല, ഹിതമായാൽ ഇഷ്ടമാവണമെന്നില്ല. ഈ മൂന്ന് സാധനത്തിൻ്റെ കളിയിലാണ്, ഇതൊരു ഗെയിമാണ്. ഈ ഞാനുമേ കളിയിലാണ് നമ്മുടെ മുഴുവൻ ജീവിതം നിൽക്കുന്നത്. സത്യം, ഇഷ്ടം, ഹിതം, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ പറയുക, സത്യം കേൾക്കാൻ സുഖമില്ലെങ്കിലും അവസാനത്തിൽ പക്ഷെ ഗുണമേ തരുള്ളൂ, അവസാനത്തിൽ ഗുണമേ തരുള്ളൂ. പക്ഷേ കേൾക്കുമ്പോൾ നമുക്കത് വിഷമമുണ്ടാക്കും. ലോകത്തിൽ സത്യം മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും ചിന്തിക്കുന്നവരും പറയുന്നവരും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം സത്യം പലപ്പോഴും ഹിതകാരിയല്ല. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ അധികവും ഇഷ്ടം പറയണവരാ രാജാവേ. ഞങ്ങൾ അതുകൊണ്ട് അങ്ങയുടെ അടുത്ത് എന്താ പറയേണ്ടതെന്നൊരു ആശയക്കുഴപ്പത്തിലാണ്. ഇഷ്ടം പറയണോ ഹിതം പറയണോ, അത് തന്നെ സത്യമായിട്ട് പറയണോ എന്ന്. പണ്ട് ബീർബലിൻ്റെ അടുത്ത് ഒരു കൈനോട്ടക്കാരൻ വന്നു. ഇത് ഞാൻ പറഞ്ഞിട്ട് പോണു ഞാൻ ഈ കഥ. നല്ല പരിചയമുള്ള ആളാണ്. മൂപ്പര് ഇടയ്ക്കൊക്കെ പോകുമ്പോൾ മൂപ്പരെ കാണാൻ വരും. ബീർബലിനെ അറിയാമല്ലോ എല്ലാവർക്കും, അക്ബറുടെ മന്ത്രിയായിരുന്നു. അപ്പോൾ നല്ല പരിചയമുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് പരിചയമുള്ളൊരു ജ്യോത്സ്യൻ അടുത്ത പ്രദേശത്തൊക്കെ ജ്യോത്സ്യം വെക്കാൻ വന്നു കഴിഞ്ഞാൽ, കവടി നോക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വരും, കാപ്പി കുടിക്കും, നമ്മളെ ഒന്ന് കണ്ടിട്ട് പോവുക, സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്. ബീർബലിനെ അങ്ങനെ ഒരിക്കൽ കാണാൻ വന്നപ്പോണ്ട് പുള്ളിയുടെ കൈ ഒടിഞ്ഞിരിക്കുന്നു, ഇവിടെയൊക്കെ റാഷ്, തലയിൽ ബാൻഡേജ്, മുതുകത്ത് ബാൻഡേജ്, കാല് ഞൊണ്ടിയിട്ടാണ് വരണത്. അയ്യോ അങ്ങേക്ക് എന്താ പറ്റിയത് ചോദിച്ചു. ഒന്നുമില്ല, ഒരു വീട്ടിൽ പോയി സത്യം പറഞ്ഞാണ്. കൈനോട്ടക്കാരനാ, ഒന്നുമില്ല, ഒരു വീട്ടിൽ പോയി സത്യം പറഞ്ഞാണ്. ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയിൽ ജഗതി ചേട്ടൻ തലയിലൊരു ബാൻഡേജ് ഇട്ട് വരുന്നുണ്ടാവും. എന്താ ചേട്ടാ പറ്റിയത്, നീ ആ പോസ്റ്റ് കണ്ടോ ചോദിക്കും. കണ്ടു, ഞാനത് കണ്ടില്ല എന്ന്. അതേപോലെ ഇദ്ദേഹം പറയും സത്യം പറഞ്ഞു, അതാണ് ഇങ്ങനെ ആയത്. എന്താ സത്യം പറഞ്ഞു? നമ്മുടെ മറ്റേ ആ ഭയങ്കര പൈസക്കാരനില്ലേ, അയാളുടെ വീട്ടിൻ്റെ അതിൽ കൂടെ ഞാൻ മിണ്ടാതെ പോവായിരുന്നു. അയാൾ എന്നെ വെറുതെ വിളിച്ചു ഉള്ളിലേക്ക്, കൈ നോക്കാൻ പറഞ്ഞു. ഞാൻ കൈ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ അൽപായുസാണ്, മരിച്ചു പോവും എന്ന് പറഞ്ഞ ഉടനെ അയാൾ മഹാഭാവി എന്ന് പറഞ്ഞ് ചാടി എണീച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി പിന്നെ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമായിരിക്കും, പക്ഷെ സത്യം പറയേണ്ട രീതിയുണ്ട്, ആ രീതിയിൽ വേണം പറയാൻ. ഞാനൊരു വിദ്യ പറഞ്ഞു തരാം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ
ആ ചാരുകസേലയിൽ ഇയാൾ കിടക്കുക. അപ്പോൾ ഈ ഗേറ്റിൻ്റെ മുന്നിൽ കൂടെ കൈ നോക്കാനുണ്ടോ ചോദിച്ചിട്ട് ഒരാളിങ്ങനെ പോണു. നോക്കുമ്പോൾ ഒരു താടിയും മുടിയൊക്കെ ഉള്ള ഒരു സന്യാസി. സന്യാസിയും കൂടിയാണ്, ഒന്ന് വിളിച്ചു വരുത്താം. കഴിഞ്ഞ ആഴ്ച മറ്റേവൻ വന്നിട്ട് എൻ്റെ മൂടെ നശിപ്പിച്ചു, 2 കൊടുത്തിട്ടും ടെൻഷൻ പോണില്ല, ആകെ ആറ്റുനോറ്റുള്ളൊരു മകനാണ്, അത് മരിച്ചു പോകുമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് ഇവനോട് ചോദിച്ചിട്ട് ഇനി വ്യത്യസ്തമായിട്ട് വല്ലതും പറഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് കൈ നോക്കി കഴിഞ്ഞു പറഞ്ഞു, എന്താ കൈ? അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്തൊരു ആയുസ്സാണ് നിങ്ങളുടെ? അപ്പോൾ അതെയോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കാട്ടിലും ആയുസ്സാണ്. അതേല്ലേ, ഉടനെ കഴുത്തിൽ കിടക്കണ മാല ഊരിയിട്ടിട്ട് കൊടുത്തു. ആ മാലയൊക്കെ മേടിച്ചിട്ട് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് താടിയും പൊടിയും വലിച്ചിട്ടുണ്ട്. എടാ പൊട്ട, ഞാൻ തന്നെയാണ് അവരുടെ ഓടിപ്പോയി. ഇങ്ങനൊരു കഥയുണ്ട്. അപ്പം സത്യം പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മതി. സത്യം പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടാവും. ചില മൂർഖന്മാരുടെ അടുത്ത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. ഇവിടെ ഈ മന്ത്രിമാർ ധൈര്യം സംഭരിച്ചിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ അങ്ങയോട് ഇഷ്ടം പറയണോ സത്യം പറയണോ? അപ്പോൾ രാജാവ് പറയും, അതായത് മഹിഷൻ പറയും, അല്ല നിങ്ങളൊക്കെ അറിവുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അവരവരുടെ അഭിപ്രായം തുറന്നു പറയാവുന്നതാണ്. ഈ അഹങ്കാരത്തിനും ചില നേരങ്ങളിൽ ഹിരണ്യകശിപു ജ്ഞാനോപദേശം ചെയ്യണ പോലെയാണത് കുടുംബക്കാർക്ക്. ഹിരണ്യാക്ഷം മരിക്കുമ്പോൾ, കാരണം ഹിരണ്യകശിപു മഹിഷനും ഈക്വലാണ് രണ്ടുപേരും, രണ്ടും അഹങ്കാര പ്രതീകങ്ങളാണ്. എന്നിട്ട് പറയും അവരവരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ, അതിലാർക്കും ഒരു പരിഭവമില്ല, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എന്താ ഡിസിഷൻ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും എന്താ ഡിസിഷൻ വേണ്ടതെന്ന്. കാരണം അഭിപ്രായങ്ങൾ പലതും കേട്ട് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ലത് ഏതാ വേണ്ടതെന്ന് നിശ്ചയിച്ച് പ്രവർത്തിക്കുകയാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അഭിപ്രായം പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഉടവാൾ ഊരിയിട്ട് മേശപ്പുറത്ത് വെച്ചു. മൂപ്പര് മേശപ്പുറത്ത് വെച്ചു. കാരണം അവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കില്ലേ, അവിടെ വെച്ചു. അത് കേട്ടപ്പോൾ വിരൂപാക്ഷൻ എന്ന് പറയുന്ന മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സിന് വിഷമം തോന്നരുത്, ഉള്ളത് പറയാണ്. കേട്ടിടത്തോളം അവളൊരു സാധാരണ സ്ത്രീയല്ല, എല്ലാ ജാടകളും അവളുടെ കയ്യിലുണ്ട്. അവൾ എന്തൊക്കെയോ കയ്യിൽ വെച്ചിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തിൽ അവൾ പറയില്ല. ഒന്നുമില്ലെങ്കിൽ അവൾ തനി പൊട്ടിയിരിക്കണം, തലയ്ക്ക് വെളിവുണ്ടാവില്ല, അല്ലെങ്കിൽ അവൾ മഹാബുദ്ധിമതിയാണ്. ഇതിലേതോ ഒന്നാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ മരമണ്ടന്മാരാണ്, ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ അപകടത്തിൽ വന്നിട്ട് വെല്ലുവിളിക്കുക, അതല്ലെങ്കിൽ അവൾക്ക് നല്ല കഴിവുണ്ട്, ഉറപ്പാണ് എന്ന് പറയും. നമ്മൾ പറയില്ലേ, ചില ആൾക്കാരുടെ കയ്യിലിരിപ്പ് കാണുമ്പോൾ ഒന്നുമില്ല ഇവൻ ശരിക്കും നല്ല മണ്ടനാണ്, അല്ലെങ്കിൽ ഇവൻ മഹാബുദ്ധിമാനാണ്, അറിഞ്ഞുകൊണ്ട് മണ്ടനായിട്ട് അഭിനയിക്കുകയാണെന്ന് പറയും അല്ലേ? അതേപോലെ ദേവിയെക്കുറിച്ച് പറയും. എന്നിട്ട് പറയും, നമ്മളെ പേടിപ്പെടുത്താൻ, നമ്മുടെ മനഃശക്തി കളയാൻ വേണ്ടിയിട്ട് ഇവൾ ബ്രെയിൻ വാഷ് ചെയ്യാൻ, മൈൻഡ് അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇവൾ ഓരോന്നും പറഞ്ഞു വിടുകയാണ്. പൊതുവെ ഏത് സ്ത്രീക്ക് ഈ കള്ളം പറയാനും സന്ദർഭത്തിനനുസരിച്ച് സാഹസം കാണിക്കാനും പ്രകൃതിയിലൊരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല അനുഭവത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സ്ത്രീയുടെ ഈ ഭീഷണിസ്വരത്തിലുള്ള വാക്ക് കേട്ടിട്ട് നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതും അങ്ങ് ലോകജേതാവാണ്, ധീരന്മാരിൽ അഗ്രണിയാണ്. മഹിഷ മഹാരാജാവായിട്ടുള്ള അവിടുന്ന് പ്രത്യേകിച്ചും മഹാധീരനാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ടോൺ മാറിയതറിയോ? മഹിഷനെ വാളിലേക്കൊക്കെ നോക്കുന്നുണ്ടിടയ്ക്ക്. കാരണം ആദ്യം പറഞ്ഞത് അവൾ ഭയങ്കരിയാണ്, സൂക്ഷിക്കണം, അവൾ എന്തുകൊണ്ട്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ പേടിക്കരുത്. ഉടനെ പ്ലേറ്റ് മാറ്റിയിടാം. അപ്പം ഇയാളെ ഏത് വഴിക്കാണ് ഉപദേശം കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ചില നേതാക്കന്മാർ പ്രസംഗിക്കണം കേട്ടിട്ടുണ്ടോ? അവർ പ്രസംഗം തുടങ്ങുമ്പോൾ നമ്മൾ ഒരു വഴിക്കാ പോകണം വിചാരിക്കും, പ്രസംഗം അവസാനിക്കുമ്പോഴേക്കും അയാൾ തുടങ്ങിയതല്ലല്ലോ അവസാനിപ്പിച്ചതെന്നുള്ള അവസ്ഥയിലാവും. അതേപോലുള്ള മന്ത്രിയാണിത്. അപ്പോൾ എന്നിട്ട് പറയാം, അങ്ങ് അനുവദിച്ചാൽ ഞാൻ പോയിട്ട് അവളെ കീഴടക്കിയിട്ട് അങ്ങേക്ക് മേലാൽ ഒരു കുഴപ്പവും വരാത്ത വിധത്തിൽ വേണ്ടത് ചെയ്യാം, അങ്ങ് അനുവദിച്ചാൽ മതി. വേണ്ടി വന്നാൽ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചു കെട്ടി അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞു. ഇതാണ് വിരൂപാക്ഷൻ പറഞ്ഞു. ദുർധരൻ പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് അവൾ ഡിമാൻഡ് ഇടുക.
അവൾ വെറുതെ ഡിമാൻഡ് ഇടുക. അവൾക്ക് ശരിക്കും അങ്ങേ ഇഷ്ടമാണ്. പറയുക ശരത്തുണ്ടാക്കണമല്ല, ഭാഗവതത്തിലുള്ളതാ, ഞാൻ പറഞ്ഞല്ല. എനിക്ക് തോന്നുക അവൾ അങ്ങയിൽ ആകൃഷ്ടയാണ്. അവൾക്ക് അങ്ങയോട് നല്ല പ്രേമുണ്ട്. അങ്ങയുടെ വീരശൂര പരാക്രമങ്ങളും അങ്ങയുടെ സിദ്ധിയും അങ്ങയുടെ മായാശക്തിയും മാജിക്കൊക്കെ കാണിക്കാൻ പല രൂപങ്ങളൊക്കെ എടുക്കാൻ, അതുമാതിരി അങ്ങയുടെ ബുദ്ധിശക്തിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീയാ അങ്ങയുടെ രാജ്ഞിയാവാൻ ആഗ്രഹിക്കാത്തത്? ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ വർഗം പ്രണയിക്കുന്ന ആളോട് വക്രമായിട്ടേ സംസാരിക്കുള്ളൂ, വക്രോക്തിയിലേ സംസാരിക്കുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കും. ഇനി ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ സുഖിപ്പിച്ച് പറഞ്ഞുവിടും. ഇത് അവരുടെ ഒരു വർഗ സ്വഭാവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾ ഉറപ്പായിട്ട് അങ്ങയെ മോഹിച്ച് ആ അനുഭവത്തിൽ എന്താ പറയുക, അങ്ങയുടെ കൂടെയുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ എത്തിയിരിക്കണമെന്നാണ് എൻ്റെ ധാരണ. കാരണം അവളുടെ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കും, ഒക്കെ ഡബിൾ മീനിങ് ആണ്, ദ്വയാർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അവിടെ അങ്ങേ അവൾ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നു. ശരിയല്ലേ? ആ പുരികം കൊണ്ട് ഒന്ന് അടിച്ചാൽ, കടക്കൺ മൊന കൊണ്ടൊന്ന് കുത്തിയ അങ്ങ് പരാജിതനാവില്ലേ? ശിശുപാലൻ്റെ സ്തുതി പോലെയാണിത്, അല്ലേ? ശിശുപാലൻ കൃഷ്ണനെ ചീത്ത വിളിക്കുന്നതിനെ എങ്ങനെയാണ് സ്തുതിയായിട്ട് കാണുന്നത്, അതേപോലെ ദേവിയുടെ വാക്കുകളെ മുഴുവൻ എടുത്തിട്ട് ഇവൻ റീഇൻ്റർപ്രറ്റ് ചെയ്യണ്. ലോകം ഇങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണ്. ന്യായീകരണ ശേഷി ഭയങ്കരമാണ് മനുഷ്യന്. അപ്പം അതുകൊണ്ട് എന്നിട്ട് പറയാം, ഏറ്റവും വലിയ ആയുധം തന്നെ ആ നോട്ടവും പുരുകമാണല്ലോ. പിന്നെ നാണത്തിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കൊള്ളിച്ച് പറിച്ചിൽ, അതൊക്കെ നമുക്കറിയില്ലേ? ഈ 33 കോടി ദേവന്മാരൊക്കെ വന്ന് യുദ്ധം ചെയ്തിട്ടും അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാരായിട്ടുള്ള ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പോലും പല പ്രയോഗങ്ങളൊക്കെ ചെയ്ത് ജയിക്കാൻ കഴിയാത്ത മഹിഷ ചക്രവർത്തിയെ കേവലം 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 ഒരു പീക്കിരി പെണ്ണ് അവൾ വന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കാം. അവൾ എന്ത് ചെയ്യാനാ? അങ്ങ് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അവളുടെ ഭീഷണിക്കൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങയുടെ ദൂതന് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവൻ പോയപ്പോൾ അവനാ കിട്ടിയ വാക്ക് അങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവന്നാണ്. അവൾ വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് ഇതാണ്. പെണ്ണുങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം, ഭാവം, ആ ഹവാദികളുടെയൊക്കെ മർമ്മം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്ക് പോലും സാധിക്കില്ല. പിന്നെയല്ലേ ഇവന് ഈ പ്രപഞ്ചത്തിൽ, ഈ കാണായ പ്രപഞ്ചത്തിൽ തന്നെ സ്ഥാനമില്ലാണ്ടാക്കും. ആ ഉപയോഗിക്കുന്ന വാക്കുണ്ട് സംസ്കൃതത്തിൽ, ശ്ലോകത്തിൽ സമരസ പ്രപഞ്ചം എന്നാ പറയണത്. ഈ സമരത്തിൽ അവനതിനെ മുറിക്കാണ്. സമരം എന്താ? രതിസമരമാണെന്ന്. ആ രതിസമരത്തിൽ വിഗതപ്രാണനാക്കും എന്ന് പറഞ്ഞാൽ വിഗതവീര്യനാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന്. ഹൈലി സെക്ഷുവലായിട്ടുള്ളൊരർത്ഥമാണ് എടുത്തിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഈ അഹങ്കാരിയായിട്ടുള്ളവന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം വരും, അങ്ങനെ ആക്കിക്കളയും എന്നാ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പം എന്താ അർത്ഥം? അവിടെ നിന്നൊന്ന് സമ്മതിച്ചാൽ മതി. ആ സിംഹത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണ അവളെ ഞാനൊരു പൂച്ചക്കുട്ടിയെ പോലെ ഇണക്കിക്കൊണ്ടുവന്നിട്ട് അങ്ങയുടെ തൃപ്പാദങ്ങൾ അടിയറ വയ്ക്കാമെന്ന് ഈ ദുർധരം പറയും. അപ്പോഴാണ് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട് താമ്രൻ പറയും. താമ്രൻ വെച്ച് കഴിഞ്ഞാൽ ചെമ്പൻ, താമ്ര വെച്ചാൽ ചെമ്പ്, ഇപ്പം നാടൻ ഭാഷയിൽ ചെമ്പൻ അല്ലേ? ചെമ്പൻ പറയും, മഹാരാജാവേ എനിക്ക് തോന്നുന്നത് വേറൊന്നാണ്. ഇത്ര വിവേകപൂർവം ധർമ്മത്തിനെയും നീതിയും മുൻനിർത്തി സംസാരിക്കാൻ അവൾ ആരാണെങ്കിലും സാധാരണക്കാരിയല്ല. ആദ്യമായിട്ട് സെൻസിബിളായിട്ടുള്ള നമുക്ക് നോക്കാം എന്താ പറയണമെന്ന്. മാത്രമല്ല ഇത്രയ്ക്ക് സൗന്ദര്യവും ഇത്രയ്ക്ക് യൗവനത്തുടുപ്പുമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. സാധാരണ അങ്ങനെയുള്ള സ്ത്രീകളുടെ കൂടെ അവരുടെ പിതാവോ അല്ലെങ്കിൽ മാതാവോ അല്ലെങ്കിൽ സഹോദരങ്ങളോ, ഇനി വിവാഹിതയാണെങ്കിൽ ഭർത്താവോ, അതുമല്ല ഇനി മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളോ, ആരെങ്കിലും ഒരു ആൺതുണയോ എന്തെങ്കിലും ഒരു തുണയായിട്ടാണ് വരിക. പക്ഷെ ഇവൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കണം. അങ്ങനെ വരേണ്ട കാര്യം എന്താ? എനിക്ക് തോന്നുന്നത് അവൾ അതിബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. സ്വന്തം ഇപ്പോൾ ഈ ദുർധരം പറഞ്ഞതുപോലെ പ്രണയത്തിനെ വക്രത്തി പറയാൻ
എന്നിട്ട് കാമുകനെ അന്വേഷിച്ച് നടക്കണ ഒരു സ്ത്രീയാണെന്നൊക്കെ തോന്നുന്നത് നമ്മുടെ നാശത്തിനാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ കാമുകനെ അന്വേഷിച്ച് നടക്കണവൾ ആയുധവും കൈ പിടിച്ചിട്ടാണ് നടക്കുക. അവളെന്തിനാണ് ഇത്രയ്ക്ക് ആയുധവും കൊണ്ട് നടക്കണത്? അവൾക്ക് ആയുധം കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണാടി, വീശറി, ലിപ്സ്റ്റിക്ക്, ഹാൻഡ് ബാഗ്, ഇതൊക്കെയല്ലേ വേണ്ടൂ. ഇതൊന്നും ഇല്ലാണ്ട് ഇത്രയും ആയുധം കൊണ്ട് അവൾ എന്തിനു നടക്കൂ? അതുകൊണ്ട് ഈ മന്ദബുദ്ധികളും നീചന്മാരായിട്ടുള്ള യുവന്മാരുടെ ഉപദേശം കേട്ടിട്ട് കുലക്ഷയം വരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക. അപ്പോൾ മഹിഷൻ കാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ താമ്രന് വീര്യം കൂടി. മഹിഷൻ ശ്രദ്ധിക്കുന്നുണ്ട് താൻ പറയണത് എന്ന് കാണുമ്പോൾ വീര്യം കൂടി. ഈ കാലദോഷത്തിൻ്റെ ഭീകരത എന്ന് പറയണത് വളരെ അധികമാണ്. 18 കൈകളുള്ള ഇങ്ങനെ ഒരു സ്ത്രീ രൂപത്തിനെ നമ്മൾ ആരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? കാണണ പോട്ടെ. മാത്രമല്ല എൻ്റെ ഒരു തോന്നലാണ്, ഇതെന്തോ വരാനുള്ളൊരു വലിയ ആപത്താണ് രാജാവേ. കാരണം ഇന്ന് വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയും. അത് അങ്ങേ അറിയിക്കാനിരുന്നപ്പോഴാണ് എന്നെ ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിന് വിളിക്കാൻ അങ്ങയുടെ ദൂതം വന്നത്. സ്വപ്നം ഇങ്ങനെയാണ്. കറുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ളൊരു പെണ്ണ് വീടിൻ്റെ മുറ്റത്ത് നിലവിളിച്ചോണ്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണത്ര രാത്രി. പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചു വന്ന് നോക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഒരു പെണ്ണ് കറുത്ത വസ്ത്രം ധരിച്ചിട്ട് മാറത്തലച്ച് നിലവിളിച്ചുകൊണ്ട് അലറിക്കൊണ്ടും മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ആ സമയത്ത് രാത്രി ആ വീട്ടിൻ്റെ ചുറ്റും അവിടെ ഇവിടെ ഇരുന്നിട്ട് കാലങ്കോഴി, കൂമൻ തുടങ്ങിയവ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയം വരണു. സ്വപ്നശാസ്ത്രപ്രകാരം അതികാലത്ത് വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം കാലതാമസം കൂടാണ്ട് സംഭവിക്കുന്നല്ലേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് യുദ്ധം വേണ്ടി വരും. യുദ്ധം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല. വരേണ്ടത് വരാതാകില്ല രാജാവേ. ശുഭവും അശുഭവും ഒക്കെ ദൈവനിശ്ചയമാണ്. അതിൻ്റെ ആത്യന്തിക ഫലത്തിനെ പറ്റിയിട്ട് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. ബുദ്ധിയുള്ളവർ അതിനെ ധൈര്യമായിട്ട് നേരിടുന്നു മാത്രം. റിസൾട്ട് ചിന്തിക്കാണ്ട് നേരിടുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിൽ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് താമ്രൻ സംഭാഷണം അവസാനിപ്പിക്കും. മഹിഷൻ എന്തുകൊണ്ടോ താമ്രം പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ്, പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് പിന്തിരിയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ. കണ്ടോ, അംഗീകരിച്ചു. പക്ഷെ ഉള്ളിലെ ഈഗോ, കാമം, അഹങ്കാരത്തുനിന്ന് കാമമുണ്ടാകുന്നു എന്ന് പറഞ്ഞത് എത്രമാത്രം സത്യം. ദേവിയെ കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ടാണ് അവന് ഈ അവസ്ഥ. അങ്ങനെ ഇനി പിന്തിരിയാൻ പറ്റില്ല. അതുകൊണ്ട് ചതുരംഗ സൈന്യത്തിനെ എടുത്തിട്ട് പുറപ്പെടാം. നീ തന്നെ നേതൃത്വം കൊടുക്കുക, നീ പോ. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിയുന്നതും അവളെ കൊല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. എങ്ങനെയും ജയിച്ചിട്ടേ മടങ്ങാൻ പാടുള്ളൂ. സാധിക്കുമെങ്കിൽ യുദ്ധത്തിന് മുമ്പ് അവൾ ആരാണ്, എന്തിനാ വന്നിരിക്കണത്, കാമാർത്ഥയാണോ അതോ കള്ളിയാണോ, ഇതൊക്കെ ഒന്ന് അറിയണത് നന്നായിരിക്കും. കാരണം നമ്മൾ ദയയില്ലാത്തവരാണെന്നോ അല്ലെങ്കിൽ ഭയന്ന് പേടിച്ച് പറിച്ചിരിക്കണവരാണെന്നോ അവൾക്ക് തോന്നാൻ പാടില്ല. അത് നമുക്ക് ചേരുന്നതുമല്ല. അവൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നിന്ന് പെരുമാറി അവളെ നയത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കണം. അങ്ങനെ മഹിഷൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഈ സൈന്യസന്നാഹങ്ങളോട് കൂടിയിട്ട് താമ്രൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ഇറങ്ങുമ്പോൾ തന്നെ കുറേ കറുത്ത പൂച്ച കുറുകെ ചാടി. ദുർഗന്ധമാണ് അന്തരീക്ഷത്തിലുണ്ടായിരുന്നത്. വളരെ മോശമായിട്ടുള്ള അനവധി ശകുനങ്ങൾ കണ്ടു. എന്താണെങ്കിലും ദുർനിമിത്തം കണ്ടിട്ടും അതൊക്കെ താമ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പിന്തിരിയണത് ആണത്തമല്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. ദേവിയെ അകലേ വെച്ചിട്ട് കണ്ടു. കടൽ പോലെ ദേവന്മാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക്, നക്ഷത്രക്കൂട്ടത്തിൻ്റെ നടുക്ക് എങ്ങനെയാണോ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് അതുപോലെ ദൂരത്തുനിന്ന് അമ്മയെ കണ്ടു. കറുത്ത ഒരു സുന്ദരി, മരതകം പോലെ ഒരു കറുത്ത പച്ച ശരീരത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞു, സകല 18 കൈകളോടും ഈ
സിംഹാരൂഢയായിട്ടിരിക്കുന്ന ആ പരാശക്തിയെ ചുവന്ന ചെമ്പട്ടെടുത്തിട്ടിരിക്കുന്ന അമ്മ ദൂരത്തുനിന്ന് കാണുകയാണ്. ദേവന്മാർ നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ജയ 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 എന്നിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിളങ്ങണ ദേവിയുടെ രൂപം സർവാഭരണങ്ങളെ ധരിച്ച് സർവ ആയുധങ്ങളെ ധരിച്ച് ഇരിക്കുന്ന ആ ദേവിയുടെ രൂപം കണ്ടിട്ട് താമ്രൻ ഉള്ളിൽ അത്ഭുതപ്പെട്ടു പോയി. ഓ, എന്തൊരു സുന്ദരി, എന്തൊരു ദിവ്യത! ആ കണ്ണുകളിൽ ഒരേ സമയം തന്നെ വീരതയും ക്രൗര്യവും അതേപോലെ വാത്സല്യവും കണ്ടുവന്നു. എങ്ങനെയാ അങ്ങനെ കാണാൻ സാധിക്കുക? അത് പ്രകൃതിയിൽ മാത്രം കാണാൻ സാധിക്കുന്നതാണ് അല്ലേ? താമ്രൻ വളരെ താഴ്മയോട് കൂടിയിട്ട് അവിടെ ചെന്ന് വണങ്ങി പറഞ്ഞു, അല്ലയോ ദേവി, അവിടുന്ന് ആരാണെന്ന് അറിയില്ല, എന്തിനു വേണ്ടി വന്നതാണെന്നറിയില്ല. ഞാൻ പക്ഷേ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ മഹിഷാസുര മഹാരാജാവിൻ്റെ അനേകം മന്ത്രിമാരിൽ ഒരു മന്ത്രിയാണ്. മഹിഷ ചക്രവർത്തിക്ക് അവിടുത്തെ ആ രൂപലാവണ്യത്തിൽ വലിയ മോഹമുണ്ടായിരിക്കുന്നു. അങ്ങേ പത്നിയാക്കണം എന്നാണ് ആഗ്രഹിക്കണത്. ദേവലോകം പോലും കീഴടക്കിയിട്ട് കഴിയണ ആ അതുല്യ വിക്രമനായിട്ടുള്ള ആ മഹിഷന് വിധേയമല്ലാത്തവരാരും തന്നെ ഈ ത്രിലോകങ്ങളിലില്ല. എന്തോ അവിടുത്തെ ആ സൗന്ദര്യ പ്രഭാപുരത്തിൽ അദ്ദേഹം ഭ്രമിച്ചിരിക്കുകയാണ്. നിന്നെ ഭാര്യയാക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. നീ അത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താ നിശ്ചയിച്ചത്? തീരുമാനം ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. ഈ പൂക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൂപ്പന്ത് കളിക്കേണ്ട ആ മൃദുലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കരവല്ലി, അതായത് കയ്യാകുന്ന വള്ളികളിൽ എന്തിനാണ് ഈ മാരകായുധങ്ങൾ പിടിക്കണത്? അതിൻ്റെ ആവശ്യം എന്താ? നിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള ഇളകിക്കൊണ്ടിരിക്കണ പുരികവില്ലിനെ വെല്ലാനായിട്ട് വെറുതെ എന്തിനാണ് കയ്യിലൊരു വില്ല് പിടിക്കണത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ആ കടക്കണ്ണിലുള്ള കടാക്ഷബാണങ്ങൾ തന്നെ പോരെ, വെറുതെ എന്തിനാ ഈ അസ്ത്രത്തെ കൈ പിടിച്ചിരിക്കുന്നത്? യുദ്ധം ബുദ്ധിയുള്ളവരാരെങ്കിലും ആഗ്രഹിക്കുമോ? എന്നിട്ട് ചോദിക്കുക, അത്യാഗ്രഹികളുടെ നാശമാകുന്ന കയറല്ലേ യുദ്ധം? ആരാ ചോദിക്കുന്നത്? അവരെന്നെ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിങ്ങനെയാണ്, നമ്മൾ ഭയങ്കര ഫിലോസഫിയൊക്കെ പറയും, പക്ഷെ നമ്മൾ തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഭഞ്ജകരും അതിനെ നശിപ്പിക്കുന്നവരും. രാവിലെ എണീച്ചിട്ട് കുളിക്കുകയെ വിളക്ക് വയ്ക്കുകയെ ഒന്നും ചെയ്യാത്ത ആൾ ഏതെങ്കിലും ആണ്ടിനോ സംക്രാന്തിക്കോ അമ്പലത്തിൽ പോകുമ്പോൾ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ പറയും, എന്താ രാവിലെ ഒന്ന് എണീച്ച് കുളിച്ച് വിളക്ക് വെപ്പൊന്നുമില്ലേ? അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറയും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ലയോ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ഒരു കഴിവാണത്. നമ്മൾ അനുവർത്തിച്ച് കാണിക്കില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഒരമ്മ ഒരു കുട്ടിയെ കൊണ്ടുവന്ന കഥയുണ്ട്. നിനക്ക് അറിയുമായിരിക്കും. മിഠായി, കുട്ടി വെറുതെ മിഠായി തിന്നിട്ടുള്ള പല്ലൊക്കെ കേടുവന്നുകൊണ്ടിരിക്കുക. ഇനി ഞാനെന്താ വേണ്ടത്? അങ്ങൊന്ന് പറയണം കുട്ടിയുടെ അടുത്ത് മിഠായി കഴിക്കരുതെന്ന്. അയ്യോ അതെയോ, ഒരു കാര്യം ചെയ്യൂ, ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന്. അവർക്ക് മനസ്സിലായില്ല ഇതെന്താ ഈ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ നീ ഇനി മിഠായി കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സംഭവം മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാത്രേ, ആ കുട്ടിയെക്കാട്ടിലും കഷ്ടമാണ് എൻ്റെ കാര്യം. ഞാൻ ദിവസം മണിക്കൂർ വെച്ച് മിഠായി തിന്നുകൊണ്ടിരിക്കും. എന്നോട് ഉപദേശിക്കാൻ പറഞ്ഞു. ഒരു അർഹത വേണ്ടേ ഉപദേശിക്കാൻ? അതുകൊണ്ട് ഒരാഴ്ച ഞാൻ മിഠായി കഴിച്ചില്ല. എന്നിട്ട് കുട്ടിയോട് വരാൻ പറഞ്ഞു, ഇനി നീ മിഠായി കഴിക്കരുത് കേട്ടോ പറഞ്ഞു. അപ്പോൾ അർഹത ഉണ്ടാക്കിയിട്ടേ ഉപദേശിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹിപ്പോക്രസിയാണ്. പൂക്കൾക്ക് പോലും, അതായത് പറയണം, നിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത്ര മൃദുലമാണ്, പൂക്കൾ പോലും പോറലേൽപ്പിക്കുന്നു. ഇങ്ങനെ പുഷ്പം നമ്മുടെ മേത്തേക്ക് പൂ വലിച്ചെറിയരുത് പറയും. ദേവിയുടെ മേലേക്ക് നമ്മൾ അർച്ചിക്കുന്ന സമയത്ത് ഇങ്ങനെ എറിയും. ചിലർ ഇങ്ങനെയൊക്കെയാണ് എറിയുക. കണ്ടിട്ടുണ്ടോ? എറിയണുണ്ടോ? അങ്ങനെ എറിയരുത്, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടണം എന്നാണ് പറയുക. എന്താ കാരണം വെച്ചാൽ പുഷ്പങ്ങൾ പോലും പോറലേൽപ്പിക്കണ വിധത്തിൽ മൃദുലമാണ് അമ്മയുടെ ശരീരം എന്നാണ്. അമ്മ ഒന്നും തട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ സ്നേഹം. അപ്പോൾ ആ ശരീരത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് അസ്ത്രങ്ങൾ ചെയ്യാൻ പറ്റുക? നിന്നെ എങ്ങനെ മുറിവേൽപ്പിക്കാൻ തോന്നും? നീ വേണി എന്നെ കൊന്നോ,
ഞാൻ നിനക്കെതിരെ അമ്പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട അവസ്ഥയാണെന്ന്. അത്രയും വിഷമം. അതുകൊണ്ട് നീ സാഹസത്തിന് മുതിരണ്ട. നിന്നെ വധിക്കാൻ ആർക്കും തോന്നില്ല, നിന്നെ മുറിപ്പെടുത്താൻ ആർക്കും തോന്നില്ല. വരൂ, നമുക്ക് പോവാം, മഹിഷ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പോവാം. അവിടെ പോയിട്ട് സുഖമായിട്ട് നിനക്ക് നിൻ്റെ ഏതാഗ്രഹവും ഏത് നിമിഷം നീ ചിന്തിക്കുമ്പോഴേക്കും നിൻ്റെ മുന്നിൽ എത്തിക്കാൻ, നിവർത്തിച്ചു തരാൻ ആൾക്കാരുള്ള സ്ഥലമാണ്. പറയണത് മനസ്സിലാക്ക്. മഹിഷനെ ജയിക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. അവൻ അജയനാണ്, അജാത ശത്രുവാണ്, അവന് ശത്രു ജനിച്ചിട്ടില്ല. മറ്റൊരു നോട്ടം, ശത്രു ജനിച്ചിട്ടില്ല. അപ്പം അത് മനസ്സിലാക്കൂ എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ബുദ്ധിയുള്ള നീ എൻ്റെ ഒപ്പം വരണം. യുദ്ധം വേണ്ട, സമ്പൂർണമായിട്ടുള്ള എന്തൊക്കെ സുഖസൗകര്യങ്ങളുണ്ടോ, രാജഭോഗങ്ങളൊക്കെ ആസ്വദിച്ച് ഉല്ലസിച്ച് സല്ലപിച്ച് തലകുത്തി മറിഞ്ഞ് നിനക്ക് യുവത്വത്തിൽ തന്നെ കഴിയാം കാലങ്ങളോളം. മനസ്സിലായില്ലേ? വയസ്സുകാലത്ത് പോലും സുഖമാഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ, ആൾക്കാരുണ്ടോ ഈ ലോകത്തിൽ? അതുകൊണ്ട് യൗവനത്തിൽ നിൽക്കണ നീ സുഖം വേണ്ട എന്ന് പറഞ്ഞ് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നത് മണ്ടത്തരാണ് എന്ന് പറയുന്നു. നിനക്ക് മഹിഷനിലുണ്ടാവുന്ന മകൻ ത്രൈലോക്യ ചക്രവർത്തിയാവും, നിനക്ക് ത്രിലോകങ്ങളുടെയും രാജമാതാവായിട്ടിരിക്കാം, കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്യൂച്ചർ പ്ലാൻസ് വരെ അവിടെ ഇട്ടുകൊടുത്തു. അങ്ങനെ ഈ പുക പോലെയുള്ള ബുദ്ധി ഉള്ള താമ്രൻ്റെ സംഭാഷണം കേട്ടിട്ടുള്ള ആ ധൂമ്രലോചന, പുക പോലുള്ള കണ്ണുകളുള്ളവളെന്നാണ് ധൂമ്രലോചന എന്ന് പറഞ്ഞ അർത്ഥം. ആ ദേവി ഇങ്ങനെ ഉള്ളുന്നവനോ എരച്ച് വന്നു. അമ്മയ്ക്ക് ഒരു കോപം ഇവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ. എന്നാലും എന്നിട്ടൊരു ചിരിയിരിച്ചു. മുന്നാബൈ MBBS പ്രിൻസിപ്പളിനെ പോലെ ആരെന്ത് ചീത്ത പറഞ്ഞാലും എത്ര ദേഷ്യം വന്നാലും അയാൾ അവർ ചിരിക്കും. അയാളുടെ ചിരി കണ്ടാൽ അറിയാം അയാൾ ആളെ കൊല്ലുന്നു. അങ്ങനെയാണ് ചില ആൾക്കാർ, അങ്ങനെയാണ് ചില ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾ ഇവിടെ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ ചിരിക്കണത് എന്തിനാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിരി കണ്ട് വിശ്വസിക്കരുത്. ഗുരുവായൂരപ്പൻ എന്നെ നോക്കി ചിരിച്ചു, ജമ്മത്ത് വിശ്വസിക്കരുത്. ഇതെന്തിനാ ചിരിക്കണമെന്ന് അതിന് മാത്രമേ അറിയുള്ളൂ. കാരണം എൻ്റെ കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പ് കേരളത്തിൽ ജനങ്ങളെ നന്നായി പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരുന്നൊരു മഹാത്മാവ് എന്നെ പ്രഭാഷണത്തിന് വിളിച്ചു. എന്നിട്ട് എനിക്ക് അങ്ങേരെ ഈ മഹാത്മാവ് ആവുന്നതിന് മുമ്പേ അറിയാം. അപ്പോൾ പ്രഭാഷണം ചെയ്യാൻ വിളിച്ച ആ തിരുമേനിയോട് ഞാൻ പറഞ്ഞു, ചേട്ടാ നല്ലോണം ആലോചിച്ചിട്ടാണോ എന്നെ വിളിക്കണേ എന്ന് ചോദിച്ചു. അതെ, ശരത്ത് വരണം, ശരത്ത് എന്തായാലും വരണം പറഞ്ഞിട്ട്. അല്ല ഞാൻ വരുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞോ? അപ്പോൾ പറഞ്ഞു അവരെന്നെ പറഞ്ഞു ശരത്തിനെ വിളിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനവിടെ വന്ന് പല സത്യവും വിളിച്ചു പറയും, അത് പിന്നീട് പ്രശ്നമാവരുത്. ശരത്ത് വരണം. അപ്പോൾ പോയി സത്യമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം വളരെ വാത്സല്യത്തോടു കൂടി എൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേരുടെ ചില ഭാവി പരിപാടികൾ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ആലോചിച്ചിട്ട് ചെയ്യണം, ഇത് ഗുരുവായൂരപ്പനെ വെച്ചിട്ടുള്ള കളിയാണ്, നല്ലോണം ആലോചിച്ചിട്ട് വേണം ഈ പണിക്കാൻ. ഇല്ലടോ, ഞാൻ അത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ വിഗ്രഹത്തിലെ ഗുരുവായൂരപ്പനെ എന്നെ നോക്കി അങ്ങോട്ട് ചിരിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തിനാ ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നല്ലോണം ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം വഴിയാധാരാണ്. ഉള്ളതുപോലും ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഭഗവാൻ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഭഗവാന്റെ മുതൽ കട്ടാപ്പോലും ഭഗവാനൊരു വിഷയമല്ല. പറഞ്ഞിട്ട് കട്ടാ മതി, പറഞ്ഞിട്ട് കാക്കണവരെ എനിക്കറിയാം. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കുറച്ചെടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കട്ടാ കുഴപ്പമില്ല. കേട്ടിട്ടില്ല കുട്ടികളിലൊപ്പം ഓടിയ കഥയൊക്കെ ഇന്നും കക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ പേരുപയോഗിച്ച് വേറൊരാളെ ചൂഷണം ചെയ്യാൻ നോക്കിയാൽ, ആപത്തുണ്ടാക്കിയാൽ, മനസ്സ് വേദനിപ്പിച്ചാൽ അത് കാളിയാവും. കൃഷ്ണൻ കാളിയാവണത് കാണാം. അപ്പോഴാണ് മൂപ്പരങ്ങോട്ട് ഇറങ്ങുക. അപ്പോൾ എന്തിനാ ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദേവി അതേപോലെ ഒരു ചിരി ഇവിടെ ചിരിച്ചു. നമ്മൾ കൊലച്ചിരി എന്നൊക്കെ പറയും അതിനെ. അങ്ങനത്തെ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൂതൻ എന്ന് പറഞ്ഞ് വിളിച്ചു. താൻ തൻ്റെ നാഥൻ്റെ അടുത്ത് പോയിട്ട് പറയുക, ചോണയുണ്ടെങ്കിൽ യുദ്ധത്തിന് വരാൻ, അവൻ ആണാണെങ്കിൽ
എൻ്റെ അടുത്ത് പ്രേമാഭ്യർത്ഥന നടത്തുകയല്ല വേണ്ടത്, എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പറ. എന്നിട്ട് അവൻ ആണാണെന്ന് തെളിയിക്കാൻ പറ. അവൻ്റെ കാമപ്പേക്കൂത്ത് കേൾക്കാനേ പല കാട്ടിലുള്ള എരുമകളൊക്കെ കാണും. എന്നെ കിട്ടില്ല. പോരിന് വന്നവരോട് കല്യാണം കഴിക്കാൻ നടക്കണു വൃത്തികെട്ടവൻ. ഇങ്ങനൊരു തല്ലിപ്പൊളി ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഔചിത്യ വിചാര ചർച്ചയുടെ പ്രാധാന്യം പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ക്ഷേമേന്ദ്രൻ്റെ ഗ്രന്ഥം. കോമൺ സെൻസ് ഇല്ല. യുദ്ധത്തിന് വന്ന് നിൽക്കണവളെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഔചിത്യാടോ ഉള്ളതെന്നാണ് ചോദിക്കണത് അമ്മ. എന്നിട്ട് പറയാ ഒറ്റ എണ്ണത്തിന് തലയ്ക്ക് സ്ഥിരതയില്ല, വിവരമില്ല. ഒരുത്തം പോയിട്ട് ഇനി അടുത്തവനെങ്കിലും കുറച്ച് ബുദ്ധിയുള്ളവൻ വരും വിചാരിച്ച് നിൽക്കുമ്പോൾ അവനും വന്നിട്ട് എൻ്റെ സ്വാമിയെ കല്യാണം കഴിക്കൂ, എൻ്റെ മുതലാളിയെ കല്യാണം കഴിക്കൂ, എൻ്റെ രാജാവിനെ കല്യാണം ഓടണം. ദേവി അങ്ങോട്ട് ഒരു അലർച്ച അങ്ങോട്ട് അലറും. സിംഹു അതോട് കൂടിയിട്ട് അങ്ങോട്ട് സട അങ്ങോട്ട് കുടഞ്ഞോട്ട് താമ്രൻ്റെ നെഞ്ചിൽ അങ്ങോട്ട് വെള്ളിടി വെട്ടും. എന്നിട്ട് പറയും സ്ഥാനത്തും അസ്ഥാനത്തും മുഴുവൻ അവന് ഇഷ്ടമാണ്, അവന് പ്രേമാണ്, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഡ്ഢി. എന്നിട്ട് നിനക്കറിയോ ഈ സംസാരത്തിലെ വൈവാഹിക ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സമന്മാരുമായിട്ടായിരിക്കണം എന്നാണ് ഞാൻ നിയമം വെച്ചിട്ടുള്ളത്. ഇവൻ എനിക്ക് സമനോ? എനിക്ക് സമനായിട്ട് ഒരുത്തനുണ്ട്, അവനാണല്ലോ കൈലാസത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭാവത്തിൽ ദേവി അങ്ങോട്ട് വല്ലാതെ എന്താ പറയുക ഭർഷിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് തുടരുന്നുണ്ട്, ഇന്ദ്രനിലും ചന്ദ്രനിലും വിഷ്ണുവിലും പരമേശ്വരനിലും പോലും എനിക്ക് മോഹമില്ല, പിന്നെയല്ലേ കാട്ടുപോത്തിനോട്. പോടാ ഓട് എന്നാ പറയണത്. ഈ സ്വർഗപ്രദേശം വിട്ട് കൂട്ടത്തോട് ഓടിക്കോ. അതായത് നീ ഇവിടുന്ന് ഓടാൻ തുടങ്ങിയാൽ നിൽക്കരുത്, അവിടുന്ന് അവരോട് ഓട് ഓട് പറഞ്ഞിട്ട് ഓടിച്ച് പാതാളത്തേക്ക് പൊക്കോളാന്ന്. അങ്ങനെ ഓടാൻ പറയും. ഇതും പറഞ്ഞ് ആ ദേവിയിൽ നിന്ന് അതിഭയങ്കരമായിട്ടുള്ളൊരു ഗർജനമുണ്ടായി എന്നാണ് പറയണത്. മഹാട്ടഹാസം, അഷ്ടാദെന്ന് പറയുന്ന ഇത് കേട്ട് ദൈത്യന്മാർ ഞെട്ടിത്തെറിച്ചു. ദേവിയുടെ കച്ചമണികൾ കിലുങ്ങുന്നതും കയ്യിലെ കരവാളം കിലുങ്ങുന്നതും അതിലൊക്കെ മണികളുണ്ടല്ലോ ദേവിയുടെ. ഇതിൻ്റെ ഒപ്പം ദേവിയുടെ നാദവും. ദേവി അട്ടഹസിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി മൃഗവും അട്ടഹസിക്കും. അങ്ങനെയാണ് ദേവി ഗർജിച്ചാൽ സിംഹം ഗർജിക്കും. അങ്ങനെ ആ ഭൂമി ആകെ വിജൃംഭിച്ചു, പർവ്വതങ്ങളൊക്കെ നടുങ്ങി. മഹിഷൻ്റെ സന്നിധാനത്തിലേക്ക് താമരൻ വെച്ച് പിടിച്ചു, ഓടാൻ തുടങ്ങി പേടിച്ചിട്ട്. ആ ശബ്ദം കേട്ടിട്ട് ഇനി നിന്നാൽ ചിലപ്പോൾ ഭസ്മമായി പോവും എന്ന് കരുതിയിട്ട് ഓടാൻ തുടങ്ങി. ദേവിയുടെ സിംഹം സുബ്രഹ്മണ്യസ്വാമി വധിച്ച സിംഹമുഖനാണെന്നാണ് സങ്കല്പം. താരകൻ്റെ ജ്യേഷ്ഠൻ, ശൂരപത്മൻ്റെ അനിയൻ. ശൂരപത്മാസുരൻ വധാനന്തരം ഭഗവാന്റെ കൊടിയടയാളമായിട്ട് മാറുക ചെയ്തു. താരകൻ സുബ്രഹ്മണ്യസ്വാമിയുടെ മയിലായിട്ട് മാറി. സിംഹമുഖൻ ദേവി ഉപാസകനായിരുന്നു. മരിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത് വരം ചോദിച്ചത് അതാണ്, എന്നെ പരാശക്തിയുടെ അങ്ങയുടെ അമ്മയുടെ വാഹനമാക്കണേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം ഈ സിംഹമുഖാസുരനായിട്ടുള്ള ആ ദേവൻ്റെ ആത്മാവാണെന്നാണ് പറയുക, ആ അസുരൻ്റെ ആത്മാവാണെന്നാണ് പറയുക. എന്താണെങ്കിലും ഈ ഗർജനം താമ്രൻ പോയിട്ടുണ്ട്. അപ്പം അവിടെ നിന്നുള്ള ആ ഗർജനം, ദേവിയുടെ ഗർജനവും സിംഹത്തിൻ്റെ ഗർജനവും മഹിഷൻ്റെ രാജധാനിയിൽ സ്വർഗത്തിൽ കേട്ടു. ആ ശബ്ദത്തിൻ്റെ കാരണം ആദ്യം അസുരന്മാർക്ക് മനസ്സിലായില്ല. അവർ ശബ്ദം കേട്ടപാടെ ദേവി ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് 4 വഴിക്ക് ഓടി. പിന്നെയാണ് കുറച്ചു നേരം പോയിട്ട് ആരും വന്നിട്ടില്ല അല്ലേ, എന്തോ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് 4 വാടും ആദ്യം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ സിംഹത്തിൻ്റെ ഗർജനം വീണ്ടും വീണ്ടും കേട്ടു. അതുകൂടെ കേട്ടപ്പോഴേക്കും സംഭ്രമം കൂടി. താമ്രൻ ഓടിച്ചെന്ന് തട്ടിത്തടഞ്ഞ് ഉമ്മറപ്പടിയിൽ കാല് തട്ടി അടിച്ച് തെറിച്ച് മഹിഷൻ്റെ കാലിൽ പോയിട്ട് വീണു. കാരണം അത്ര ബാലൻസ് ഇല്ലാത്തൊരു ഓട്ടമായിരുന്നു. ഓടിപ്പോയി അവിടെ കാൽക്കൽ അങ്ങോട്ട് പോയിട്ട് വീണ്. ആ വീണ് കിടന്നിട്ട് ദയനീയമായിട്ട് മഹിഷനെ നോക്കി. ഒന്നും പറയേണ്ടി വന്നില്ല. മഹിഷന് പറയാണ്ട് തന്നെ എല്ലാം മനസ്സിലായി. അവനിലങ്ങോട്ട് ആ ദേഷ്യം അങ്ങോട്ട് ജ്വലിച്ചു വന്നു. എന്നാലും ഒരു ചക്രവർത്തി ആവുമ്പോൾ കുറച്ച് സെൻസ് ഉണ്ടാവും. അതുകൊണ്ട് ആ ദേഷ്യത്തിന് പണിപ്പെട്ട് ഒന്നുകൂടെ ഒതുക്കി വീണ്ടും മന്ത്രിമാരുമായിട്ട് ഒരു പുനരാലോചന നടത്തി. എന്താണ് വേണ്ടത്? ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഡാലൻ എന്ന് പറയുന്ന മഹാബുദ്ധിമാനായിട്ടുള്ളൊരു മന്ത്രിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, മഹിഷ രാജാവേ, ഇവളെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെയും വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇവളുടെ ബലസാമർഥ്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഇത് ശരിക്കും ഒരു പെണ്ണെന്നെയാണോ അതോ പുരുഷൻ സ്ത്രീവേഷം കെട്ടി നിൽക്കുന്നതാണോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദേവന്മാർ വളരെ മഹാമായാവികളാണ്. അങ്ങേക്ക്
ഒരു പെണ്ണെന്നാണ് മരണം ഉണ്ടാവുക എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് ഇവർ മനഃപൂർവ്വം ഒരു മായാസ്ത്രീ രൂപത്തിനെ നിർത്തിയിട്ട് അങ്ങയുടെ മനസ്സിനെ ബലം കളയാൻ വേണ്ടി, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കണയാണെങ്കിലോ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. മാത്രമല്ല, ഈ ദുർനിമിത്തങ്ങൾ ഞാനും കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ നല്ല കാലം അല്ല എന്നാണ് തോന്നുന്നത്. യുദ്ധം വേണോ വേണ്ടയോ എന്ന് മാത്രം തീരുമാനിക്കണം. അത് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. ഇതിനെപ്പറ്റി മറ്റൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പരോക്ഷമായിട്ട് പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാൽ, അവളെ കല്യാണം കഴിക്കാനുള്ള ആശയമൊന്നും വെക്കണ്ട. ഇനി അവളെങ്ങാനും ആണാണെങ്കിൽ, അല്ലെങ്കിൽ അവളെ മായാവിയാണെങ്കിൽ, അങ്ങയുടെ മനഃശക്തി നശിപ്പിക്കാനാണെങ്കിൽ എന്നൊക്കെ തത്വം പറഞ്ഞിട്ട് യുദ്ധത്തിൻ്റെ തീരുമാനം മഹിഷിന് വിട്ടുകൊടുത്തു. നമ്മളോട് എതിർക്കാൻ ഒരു ഒറ്റ സ്ത്രീ ആരെയും കൂട്ടാണ്ട വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അത് സൈന്യസന്നാഹങ്ങളോടുകൂടി വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒറ്റയ്ക്കാണ് വന്നിരിക്കണോണ്ട് എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു മായാവിത്തരമാണ്, ഇത് മായാജാലാണ്. ഇതിൻ്റെ പരിണാമം എങ്ങനെ വരുന്ന് ആര് കണ്ടു? എനിക്ക് ഭയവും ആശങ്കയും ലജ്ജയും തോന്നുന്നുണ്ട് എന്ന് പറയും. ദുർമുഖൻ എണീച്ച് പറയും, രാജാവേ, എനിക്ക് ഉടനെ യുദ്ധം ചെയ്യണം എന്നാണ് അഭിപ്രായം. തോൽവി സമ്മതിച്ചിട്ട് നമ്മൾ അസുരന്മാരോടരുത്. നാളെ നമുക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കൊക്കെ അത് വലിയ ചീത്തപ്പേരാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ആരാ തോറ്റു നിൽക്കുന്നത്? ത്രിമൂർത്തികൾ, ഇന്ദ്രചന്ദ്രന്മാർ, അവരൊക്കെയാണ് തോറ്റു നിൽക്കുന്നത്. ദേവന്മാർ മുഴുവൻ തോറ്റു നിൽക്കുകയാണ്. ആ സമയത്ത് ഇപ്പം ഇത് വന്നിട്ടുള്ള ഒരു പ്രതിസന്ധി മാത്രമാണ്. തോൽവി നമുക്കല്ല, അവർക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവരെ തോൽപ്പിച്ചിട്ടുള്ള ആ ഇത്രയും പാരമ്പര്യമുള്ള നമ്മൾ ഏതോ ഒരു അബലയായിട്ടുള്ളൊരു പെണ്ണിനെ കണ്ടിട്ട് വരണ്ടോട് ഒരിക്കലും പാടില്ല. അതുകൊണ്ട് യുദ്ധം തന്നെ വേണം. പരാജയമോ വിജയമോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പോരടിച്ചിട്ട് തന്നെ മരിക്കണം. മരിക്കുകയാണെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ ധീരൻ എന്നുള്ള കീർത്തി ഉണ്ടാവും. യുദ്ധം ജയിച്ചാലോ അവളെയും ജയിക്കാം, രാജഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പിന്തിരിഞ്ഞോടരുത്. എന്തിനാണ് ഇത്രയ്ക്ക് നമ്മൾ ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യം? ഡിസൈഡ് ചെയ്യൂ, യുദ്ധത്തിനിറങ്ങാമെന്ന് പറയും. ദുർമുഖൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വേറൊരു മന്ത്രി ഭാഷ്കളൻ എഴുന്നേറ്റു, മഹിഷിനെ വന്ദിച്ചു. മഹാരാജാവേ, എനിക്ക് ദുർമുഖൻ്റെ വാക്കുകളോട് യോജിപ്പാണ്. ഈ ഭീരുക്കളായിട്ടുള്ള ആൾക്കാരുടെ അത്താണി പോലെയാണ് സമാധാനം എന്ന് പറയണത്. ഒരുപക്ഷെ അങ്ങനെ കൂടെയുള്ള ഭീരുക്കളെ വിചാരിച്ചിട്ടും അവരുടെ സുരക്ഷിതത്വം വിചാരിച്ചിട്ടും ആയിരിക്കും അങ്ങ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അമാന്തിക്കണത്. അതങ്ങ് ചിന്തിക്കണ്ട, അവരെയൊക്കെ ഒഴിവാക്കുക. അങ്ങ് കൽപ്പിച്ചയച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ ദുഷ്ട സ്ത്രീയെ നിശേഷം മുച്ചൂടും മുടിച്ച് ഭീരുക്കളെക്ക് മുഴുവൻ ഒരു മാതൃക ഞാൻ കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് ആണായിട്ട് പൊരുതേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇവരൊക്കെ യുദ്ധം വേണ്ട പറയണവരൊക്കെ കണ്ണു അടച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ദുർധരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ ഗർവ് പിടിച്ചവളെ ഞാൻ പോയിട്ട് ജയിച്ചിട്ട് വരാം, അനുവദിക്കണം. അവൾ ആരോ ആയിക്കോട്ടെ, ദേവന്മാർ സൃഷ്ടിച്ചവളായിക്കോട്ടെ, അതാ ഇനി ദേവന്മാരെ സൃഷ്ടിച്ചവളും ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. എല്ലാവരെയും ഇത്ര നേരം വിറപ്പിച്ച പേടിപ്പിച്ച ആ മായാസ്ത്രീയുടെ നട്ടല് വലിച്ചൂരിയിട്ട് അതുകൊണ്ട് അങ്ങേക്ക് ഞാനൊരു സൊവനീർ ഉണ്ടാക്കും, ഒരു ട്രോഫി ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് ഞാൻ അങ്ങയുടെ മുന്നിൽ വയ്ക്കും. അങ്ങ് കൽപ്പിച്ചാൽ മാത്രം മതി. അവളുടെ 18 കയ്യും ഞാൻ വെട്ടും, ഒരു മാല കെട്ടി അങ്ങേക്ക് കഴുത്തിലിടാൻ ഞാൻ തരും. ഈ ദുർധരന് അത് സാധിക്കും, അനുവദിക്കാൻ പറയും. എന്നിട്ട് കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും, അതുകൊണ്ട് സ്വന്തം വീര്യത്തെ അപമാനിക്കരുത്, ധൈര്യത്തോടു കൂടിയിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറയും. സ്വാമിയുടെ കാര്യമാണ് പ്രധാനം. സ്വാമിയുടെ കാര്യം നടത്താതെ അവനവൻ്റെ രക്ഷ മാത്രം നോക്കുന്ന മന്ത്രിമാർ താമസന്മാരാണ്. അവരെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. ഇന്നിങ്ങനെ ഇവർ തമ്മിലുള്ള പവർ സ്ട്രഗിളിൽ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞവരെ കുത്തിപ്പറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് പുറപ്പെടണം. യുദ്ധം വേണ്ട എന്ന് പറയണവന്മാരെ അങ്ങ് വിശ്വസിക്കരുത്. കാരണം അവർ നാളെ പുറകുന്ന് കുത്തും, ഓടിപ്പോവും. അങ്ങേക്ക് രക്ഷ വേണ്ട സമയത്ത് അവരങ്ങേ സഹായിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവളെ ബന്ധിച്ചു കൊണ്ടുവരണത് കണ്ടോളൂ എന്ന് പറയും. അങ്ങനെ ദുർധരനും ഭാഷ്കളനും ഒക്കെ യുദ്ധം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് മഹിഷാസുരൻ അത് വിശ്വസിച്ചു. അതുകൊണ്ട് ഭാഷ്കളനെയും ദുർമുഖനെയും തന്നെ യുദ്ധത്തിന് അയച്ചു. അവർ യുദ്ധത്തിന് സർവ്വസന്നാഹങ്ങളോട് കൂടിയിട്ട് ദേവിയുടെ സന്നിധിയിലെത്തി. യുദ്ധത്തിന് തന്നെയാണല്ലോ നിൻ്റെ തീരുമാനം എന്ന് ദേവിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ദേവി കണ്ണടച്ചു. അതെ, യുദ്ധത്തിന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേവൻ ചോദിച്ചു, അല്ല, രണ്ടാമതൊരു ചിന്തയുണ്ടോ? ഞങ്ങളുടെ രാജാവിൻ്റെ പത്നി ആവാൻ തയ്യാറാണോ? നിനക്കൊരു സെക്കൻഡ് ചാൻസ് ഞങ്ങൾ തരികയാണ്.
1 more ചാൻസ് വി ആർ ഗിവിങ് യു എന്ന് പറഞ്ഞു. വേഗം തീരുമാനം എടുത്തോളൂ എന്ന് പറഞ്ഞു. നീ ആരാ കരുതിയിരിക്കണേ? ഈ കാട്ടിലേക്ക് വനത്തിലേക്ക് വാനവന്മാരെ ഓടിച്ച മഹിഷാസുരൻ ആരാണെന്നാണ് നീ വിചാരിച്ചതെന്നാണ് ചോദിക്കണം. നിനക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന രൂപമെടുക്കാൻ സർവാംഗസുന്ദരനാവാൻ കഴിയുന്ന മഹാമായാവിയും സിദ്ധികളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ത്രൈലോക്യ വിഭവങ്ങൾ ആസ്വദിച്ച് ജീവിക്കുകയല്ലേ വേണ്ടത്, എന്താ തീരുമാനം എന്ന് ചോദിച്ചു. ദേവി പറഞ്ഞു, വിവേകം തൊട്ടുകുളിച്ചിട്ടില്ലാത്തിട്ടുള്ള അധമ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. നീ എന്താടാ വിചാരിച്ചത്? ഒരു പോത്തിനെ ബുദ്ധിയുള്ള സ്ത്രീകൾ ആരെങ്കിലും ഭർത്താവാക്കുമോ എന്ന് പറഞ്ഞ് തുടങ്ങി. കുലീനരായിട്ടുള്ള സ്ത്രീകൾ കുലീന ഗുണമുള്ളവരെ മാത്രമേ വരിക്കൂ എന്ന് മനസ്സിലാക്കൂ. ഞാൻ കേവലം മന്ദബുദ്ധിയോ കാമഭ്രാന്ത് പിടിച്ചവളോ അല്ല. നീ എന്താ എന്നെക്കുറിച്ച് മനസ്സിലായത്? ആ വിടൻ്റെ അടുത്ത് പറ, അവൻ വിടന്മാരുടെ രാജാവാണ്. അവനോട് പോയിട്ട് പറ, ആ പോത്തിനോട് പോയി പറ, എവിടെയെങ്കിലും പോയിട്ട് മേയാൻ, എൻ്റെ അടുത്ത് വരണ്ട. സ്വർഗരാജ്യം ദേവന്മാർക്ക് ഒഴിഞ്ഞു കൊടുക്കണം. ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞാൻ അവനെ അവിടുന്ന് ഓടിക്കുന്നു പറയുന്നു. ഇത് കേട്ടതോടുകൂടി അസുരന്മാർക്ക് ദേഷ്യം വന്നു. അവർ കണ്ണൊക്കെ കറക്കി അട്ടഹസിച്ച് വില്ലും ശരവുമൊക്കെ എടുത്ത് ദേവിയുടെ നേരെ അസ്ത്രങ്ങൾ ചെയ്തു. ആ അസ്ത്രങ്ങൾ വരുന്ന നിമിഷത്തിൽ, അതായത് ആ പോര് തുടങ്ങിയ നിമിഷത്തിൽ, ആ ജഗദംബിക തൻ്റെ കയ്യിലിരിക്കുന്ന വരുണൻ കൊടുത്ത ആ ശംഖ് എടുത്തിട്ട് ഒരു വിളിയങ്ങോട്ട് വിളിച്ചു. യുദ്ധത്തിൻ്റെ കാഹളം അങ്ങോട്ട് മുഴക്കണമാതിരി ആ ശംഖ് അങ്ങോട്ട് വിളിച്ചു. ആ ശംഖ് വിളിക്കുകയും എതിരെ വന്ന അസ്ത്രത്തെ ഒരു കൈ കൊണ്ട് പിടിച്ച് ഓടിച്ച് കളയുകയും ചെയ്തു. മറ്റൊരു കൈ കൊണ്ട് വെല്ലെടുത്തു, ഞാനെടുത്ത് കെട്ടിക്കുലച്ച് അസ്ത്രം തൊടുത്തിട്ട് ചറ പറയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് സാധാരണ 2 കൈ മാത്രമുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് മാത്രമേ പ്രയോഗം പറ്റുള്ളൂ. ഇത് 18 കൈയാണ്. അതുകൊണ്ട് ശംഖും വിളിക്കും, ഇടയ്ക്ക് സുരിയും കുടിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ അസ്ത്രങ്ങളും പ്രയോഗിക്കും. ചിലവരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും, ചിലരെ വെട്ടും. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാം. ഇതിനൊക്കെ പുറമെയാണ് ആ സിംഹം കടിച്ചു കീറുന്നവരുടെ അവസ്ഥ. അങ്ങനെ ദേവി പരിപൂർണമായിട്ടും യുദ്ധോദ്യുക്തിയായി. ഇത് ഇനി വരുന്ന യുദ്ധവർണ്ണനയിൽ മുഴുവൻ മനസ്സിൽ നന്നായിട്ട് സങ്കല്പിച്ചോളുക. 18 കൈകളും കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ ദേവിയെ നന്നായിട്ട് ധ്യാനിക്കുക. അങ്ങനെ ദേവിയുടെ ധനുസ്സെന്ന് ശരമാരി എന്നാണ് പറയണത്. മഴ പോലെ അസ്ത്രങ്ങൾ വന്നിട്ട് മൂടി. അങ്ങനെ മഴ പോലെ അസ്ത്രങ്ങൾ വന്ന് മൂടിക്കഴിഞ്ഞപ്പോൾ ഇവന്മാരെ കാണാൻ പറ്റാണ്ടായി, ഇവർക്ക് ദേവിയും കാണാൻ പറ്റാണ്ടായി. സകല ശ്രമങ്ങളും പോയിട്ട്, കയ്യിൽ നിന്ന് ആയുധങ്ങൾ പോയിട്ട്, ഇരുട്ട് മൂടിയ പോലെ അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ എന്തിനാണ് ഇവൾക്ക് സൈന്യം? ഇത്രയും സൈന്യങ്ങളെ മുഴുവൻ ചുട്ടരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പുകൾ കൊണ്ട്. ദേവിയുടെ വില്ലിൽ നിന്ന് ഇങ്ങനെ ഫൗണ്ടനിൽ വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കൂരമ്പുകൾ. അങ്ങനെ വന്ന് അവസാനം ബാഷ്കളന് നിലതെറ്റി, കയ്യിൽ നിന്ന് ആയുധം വീണു. ആ സമയത്ത് പുകപടലും പൊടിപടലും സകലതിൻ്റെ ഇടയിൽ കൂടെ ദേവിയുടെ ആ മുഖം ഇങ്ങനെ കണ്ടു എന്നാണ് പറഞ്ഞത്. തന്നെ ഇങ്ങനെ കത്തിക്കുന്ന പോലെ നോക്കുന്ന പോലെ ദേവിയുടെ മുഖം കണ്ടതേ അവൻ ഓർമ്മയുള്ളൂ. നെഞ്ചിൻ്റെ നേരെ അതിഭീകരമായിട്ട് മഴവില്ലിൻ്റെ നിറമുള്ള ഒരു തൃശൂലം പാഞ്ഞു വന്ന് നെഞ്ചു തുളച്ച അകത്തേക്ക് അവൻ്റെ പ്രാണം പോയി. അവൻ്റെ അംഗങ്ങളെയൊക്കെ പിച്ചി കീറി സിംഹം ഭക്ഷിക്കുകയും ചെയ്തു. ഇത് കണ്ട് ദുർമുഖൻ പൂർവാധികം ഊർജ്ജസ്വലനായിട്ട് ഉഗ്രമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പൊട്ടിച്ചിരിയോടെ നിൽക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ദേവിയുടെ മേലേക്ക് ചാടി വീഴുന്നു. ദേവി അവനെ ഒരു കാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ് ആ ദുർമുഖൻ്റെ സർപ്പത്തെ പോലുള്ള അവൻ്റെ അസ്ത്രങ്ങളെ നിഷ്പ്രയാസം ഖണ്ഡിച്ചു എന്നാണ് പറഞ്ഞു. ദേവിയുടെ ആയുധമേറ്റിട്ട് ഇതിൻ്റെ ഇടയിൽ എത്രയോ അസുരന്മാർ തലയറ്റുപോയി. ചോര ചോര ചോര. കറുത്ത് പച്ചയിൽ കറുപ്പ് കലർന്ന നിറമുള്ള ദേവിയുടെ ശരീരത്തിൽ അസുരന്മാർ അവരുടെ രക്തം കൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്ത് ആരാധിച്ചു. രക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിച്ചു. ചെമ്പട്ട് കൂടുതൽ ചോന്നു. തല തൊട്ട് പാദം വരെയും രക്തം രക്തം രക്തം. സിംഹം ചോന്നു, അമ്മ ചോന്നു, പടക്കളം മുഴുവൻ ചോന്നു, അമ്മ നിൽക്കണ പ്രദേശം മുഴുവൻ ചോന്നു. രക്തം ആ ചോരക്കളത്തിൽ കിടന്നിട്ട്
ഉഴലണ കയ്യും കാലും ഇല്ലാത്ത ശരീരങ്ങൾ, ഞെരക്കങ്ങൾ, കരച്ചിലുകൾ, വേദന കൊണ്ടുള്ള അലമുറകൾ, യുദ്ധം, ഘോരമായിട്ടുള്ള യുദ്ധം. അപ്പോഴേക്കും അമ്മയുടെ തന്നെ വിഭൂതികൾ, പ്രകൃതിയിൽ അനവധി സൃഷ്ടികളുണ്ട്. ശവം തിന്നാനുള്ള പുഴുക്കൾ, പട്ടികൾ, കുറുനരികൾ, കഴുകന്മാർ, കാക്ക, പരുന്ത്, ഇതൊക്കെ വന്നു. അതും അമ്മയാണ്. ഈ സമസ്ത വസ്തുക്കളും അമ്മയാണ്. അവരൊക്കെ വന്ന് നിർലോഭമായിട്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാനുള്ളത് കൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരവും ഇല്ലാണ്ട് ധാരാളം ശവങ്ങളെ ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. ഇതിൻ്റെ നടുക്ക് ചുടുചോരയുടെ ഒരുതരം എരിവ് പിടിച്ചിട്ടുള്ള ഒരു മണം അവിടെയൊക്കെ അങ്ങോട്ട് പരന്നു. ആ മണം കിട്ട ദേവിക്ക് മത്ത് പിടിച്ച പോലെയായിരുന്നാണ്, രക്തത്തിൻ്റെ ഗന്ധം കൊണ്ട്. ദേവിയുടെ മുടിക്കെട്ടൊക്കെ അങ്ങോട്ട് അഴിഞ്ഞു. ചുരുണ്ട് കിടക്കണ മുടിയിഴകളൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ വീണ് പൊടിപടലവും കുങ്കുമവും രക്തവും എല്ലാം കൂടെ കലർന്ന് കൺമഷി ഇളകി അതിഭീകരമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ദേവി അങ്ങോട്ട് രൂപാന്തരം പ്രാപിച്ചു വന്നു. അങ്ങനെ അർദ്ധോന്മാദത്തിൽ ആ പ്രദേശം മുഴുവൻ ഇനി ആരെങ്കിലും കൊല്ലാനുണ്ടോ എന്ന് ഇങ്ങനെ അമ്മ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അത്ര. ഇതൊക്കെ കണ്ട് ആ അസ്ത്രങ്ങൾ കൊണ്ട് വീണ ദുർമുഖൻ വീണ്ടും എണീച്ചു വന്നു. അല്ലയോ ഭയങ്കരി എന്നുള്ള അർത്ഥത്തിൽ ഹേ ചണ്ഡി എന്ന് വിളിച്ചു വന്നു. അതാണ് ചണ്ഡിക എന്നുള്ള പേര്, ഭയങ്കരി. ആ ചണ്ഡി, നിന്നെ ഞാനിതാ കൊല്ലാൻ പോവാണ്. അതിന് മുൻപായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കണു, നിനക്ക് ഞങ്ങളുടെ രാജാവിനെ കല്യാണം കഴിക്കണോ അതോ ഇവിടെ മരിക്കണോ എന്ന് വീണ്ടും പറയേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കണു. അപ്പം പറഞ്ഞു, എടാ എന്നെ കൊല്ലാൻ എൻ്റെ അനുവാദം ചോദിച്ചിട്ടാണോ? ധൈര്യം ഉണ്ടെങ്കിൽ കൊല്ലടാ എന്ന് അമ്മ തിരിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ അവസാനമായി, അതിൻ്റെ പരാക്രമം കാണിക്കാനാണ് നീ വീമ്പളക്കണതൊക്കെ. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഓടടാ എൻ്റെ മുന്നിൽ നിന്ന്, മരിക്കണമെങ്കിൽ അവിടെ നിൽക്ക്. നിൻ്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവൻ്റെ ശരീരം പോലും ഇപ്പോൾ കാണാനില്ല, എല്ലും തുണ്ടവും പോലും കൊണ്ടുപോകാനില്ലാത്ത അവസ്ഥയായി. അവൻ നരകത്തിലേക്കാണ് ഞാൻ അവനെ പറഞ്ഞയച്ചിരിക്കണേ. നീയും അങ്ങോട്ട് പോക്കോ, നിൻ്റെ രാജാവിനെയും ഞാൻ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞ് അലറി. അതുകൂടിയിട്ട് ഇവന് ഭയങ്കര ദേഷ്യമായി. ആ ദുർമുഖൻ അനവധി അമ്പുകൾ ദേവിയുടെ നേർക്ക് അയക്കാൻ തുടങ്ങി. ദേവി അതിനെയൊക്കെ അപ്പം തന്നെ നിഷ്പ്രയാസം ഖണ്ഡിച്ച് അതിഭയങ്കരമായിട്ടുള്ള ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവി അവൻ്റെ വില്ലങ്ങോട്ട് മുറിച്ചു. അവൻ്റെ തേരിൻ്റെ ചക്രത്തിൻ്റെ ആരക്കാലുകളിലേക്ക് 4 അസ്ത്രങ്ങൾ അയച്ചു. അതോടുകൂടി ആരക്കാൽ ഒടിഞ്ഞ്, ചക്രം ഒടിഞ്ഞ്, തേര് ചെരിഞ്ഞു. കുതിരകളെ ദേവി വധിച്ചു, സാരഥിയും കൊന്നു. യുദ്ധത്തിൽ സാരഥിയും കുതിരകളെയും കൊല്ലാൻ നിയമമുണ്ട്, കൊല്ലാം. അങ്ങനെ അവരെയും കൊന്നു. അതോടുകൂടി അവൻ തേരിന്ന് ചാടി അതിഭയങ്കരമായിട്ടുള്ളൊരു ഗതയോട് കൂടിയിട്ട് ആ തേര് പൊളിഞ്ഞു വീഴണേൻ്റെ അതേ നിമിഷത്തിൽ അവനതിൽ കുത്തി ചവിട്ടി പറന്നു വന്നു ദേവിയുടെ നേരെ. ആ ഗതയോട് കൂടിയിട്ട് ദേവിയുടെ ശിരസിൻ്റെ നേരെ അടിക്കാൻ വന്ന് ആഞ്ഞൊരടി കൊടുത്തപ്പോൾ ദേവി ഒന്ന് മാറി. ആ മാറിയ മാറൽ ആ ഗത സ്ലിപ്പായിട്ട് താഴേക്ക് വന്ന് സിംഹത്തിൻ്റെ തലയിലാണ് കൊണ്ടത്. ആ സിംഹത്തിൻ്റെ തലയിൽ അത് കൊണ്ടുടനെ അതിൻ്റെ കോപം മുഴുവൻ പുറത്ത് വന്ന് അതങ്ങോട്ട് തല കുടഞ്ഞ് അതിഭയങ്കരമായിട്ട് ഗർജിച്ചുകൊണ്ട് കണ്ണൊക്കെ ഒന്ന് ഞെട്ടിച്ച് തുറന്നുകൊണ്ട് വെട്ടിത്തുറക്കുക. അങ്ങനെ വെട്ടിച്ച് തുറന്നിട്ട് ഉഗ്രമായിട്ട് അങ്ങോട്ട് വേദന കൊണ്ടും രോഷം കൊണ്ടും അങ്ങോട്ട് അലറിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലർച്ച, ആ സിംഹത്തിൻ്റെ ആകാശം നോക്കിയിട്ടുള്ള ആ അലർച്ച. തൻ്റെ പൊന്നോമന പുത്രനാണ് ആ സിംഹം, അതിനെ വേദനിപ്പിച്ചോ നീയേ എന്ന ഭാവത്തോട് കൂടിയിട്ട് ആ ചണ്ഡിക കയ്യിലിരിക്കുന്ന വാളൊന്നും അങ്ങോട്ട് കറക്കിയത്ര, അതിൻ്റെ ഒരു മിന്നൽ മാത്രമേ അത്ര ദുർമുഖം കണ്ടുള്ളൂ. അടുത്ത നിമിഷം അവൻ്റെ തല ആകാശത്തേക്ക് അങ്ങോട്ട് പോണേ കണ്ടത്. അത് ഒരു കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ചിട്ട് ആ ദേവി ആ രക്തത്തെ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് എറിഞ്ഞു. ദേവന്മാരത് കണ്ടിട്ട് ജയ ജയ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുഷ്പവൃഷ്ടി നടത്തി. ഈ വിധത്തിൽ ഭാഷ്കളൻ്റെയും ദുർമുഖൻ്റെയും വധം പറഞ്ഞിരിക്കുന്നു. ദേവി യുദ്ധം തുടരും. നമുക്ക് ഭക്ഷണം കഴിച്ചു വന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ കഴിച്ചു വന്നതിന് ശേഷം നമുക്ക് ബാക്കി യുദ്ധം ശ്രവിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പൊന്നുഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ജഗദംബികേ സർവേശ്വരി മഹിഷമർദിനി,